നമ്മൾ ഗൂഗിളിൽ നമുക്ക് ഗൂഗിൾ മൈ ബിസിനസ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ ഒരു പ്രൊഫൈൽ ഗൂഗിൾ മൈ ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യുക, നമ്മൾ ലോഗിൻ ചെയ്യുക. ഓൾറെഡി എൻ്റെ ഈ ഒരു അക്കൗണ്ട് ലോഗിൻ ആയതുകൊണ്ട് തന്നെ എൻ്റെ ഇതിൽ ചിലപ്പോൾ വേറെ രൂപത്തിലായിരിക്കും വരും കേട്ടോ. അപ്പൊ നിങ്ങൾ ഇതിൽ എന്ത് ചെയ്യുക, മാനേജ് നൗ എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ക്രിയേറ്റ് എന്നായിരിക്കും ചിലപ്പോൾ അത് കൊടുക്കാം. അപ്പൊ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ നമ്മുടെ ബിസിനസ്സിന് എന്ത് ചെയ്യാൻ പറ്റും, ലിസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ സൈൻ ഇൻ കൊടുക്കുന്നുണ്ട്. ഓൾറെഡി എൻ്റെ ഇതിലൊരു ഈ അക്കൗണ്ട്. ഗൂഗിൾ ബിസിനസ്സേ ആ പറയൂ. നമുക്ക് ഇപ്പൊ ഞാനിപ്പോ ഇതില് എന്റെ ഷോപ്പിന്റെ എല്ലാ ബ്രാഞ്ചിന്റെയും ഇതായിട്ട് വേറെ ഗൂഗിൾ ബിസിനസ് തന്നെയാണുള്ളത്. ആ അത് മൂന്നും കൂടി ഒറ്റ കണക്ട് ആക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ അത് നമുക്ക് ഇപ്പൊ ഞാനിപ്പോ ഈ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നില്ലേ, ആ അത് ഇതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തെങ്കിലും കണക്ഷൻ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ഉണ്ടോ ചെയ്യാൻ ചോദിക്കട്ടെ. പറ്റും, ചെയ്യാൻ പറ്റും. നമുക്കിതൊക്കെ ഒരുമിച്ച് ഇതിൽ അപ്ലോഡ് ചെയ്യാനുള്ള ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതല്ലെങ്കിൽ ഇതിൽ ആ സെപ്പറേറ്റ് നമുക്ക് ഓക്കെ. എന്ത് ചെയ്യാം, ഓരോ പോസ്റ്റ് സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്യുന്ന അതേ സെയിം സാധനം വീഡിയോസും പോസ്റ്റൊക്കെ ഇതിലും പോസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ നമ്മൾ പോസ്റ്റ് എത്ര ചെയ്തോ ഒക്കെ സെർച്ചിൽ നമുക്ക് ഗുണം ചെയ്യും. ഓക്കെ അതിൽ ഞാൻ ആദ്യം നല്ലോണം ചെയ്തിട്ടുണ്ടായിരുന്നു, ഇപ്പൊ വല്ല ചെയ്യയില്ല. ഒന്നാമത് ഇതെല്ലാം പാടെ വെവ്വേറെ ആയിട്ട് ചെയ്യണോണ്ടേ. ഓക്കെ ഓക്കെ. ഇപ്പൊ എൻ്റെ ഇതിൽ ഓൾറെഡി ഇതൊരു അക്കൗണ്ട് ഇത് രജിസ്റ്റേർഡ് ആണ്, അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ കാണിക്കുന്നത്. ഇപ്പൊ നിങ്ങളതാണെങ്കിൽ സൈൻ ഇൻ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ന്യൂ ബിസിനസ് എന്നുള്ള രൂപത്തിലായിരിക്കും വരിക. അപ്പൊ ഇങ്ങനെ ആയിരിക്കും വരിക. ഇപ്പൊ നിങ്ങൾ ഉം ഉം. അക്കൗണ്ട് നിലവിൽ ചെയ്യാത്തവരാണെങ്കിൽ ഫസ്റ്റ് എടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ വരും, സ്റ്റാർട്ട് ബിൽഡ് യുവർ ബിസിനസ് പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ട്. ഇത് ഇതിന്റെ അപ്ഡേഷൻ അനുസരിച്ച് ചില ആളുകളുടെ ഫോണിലോ അല്ലെങ്കിൽ ലാപ്പിലോ വ്യത്യാസങ്ങൾ വരാനും സാധ്യതയുണ്ട് കേട്ടോ. പക്ഷെ അതിന് ബേസിക്കലി ഇങ്ങനെ ആയിരിക്കും. ബിസിനസിന്റെ നെയിം എന്താണെന്ന് ചോദിക്കും, കാറ്റഗറി എന്താണെന്ന് ചോദിക്കും. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഷാ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ള എൻ്റെ ഒരു ഫേമാണ്. അപ്പൊ ആ ഒരു ഫേമിന്റെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കുന്നത്. ബിസിനസ് കാറ്റഗറി എന്നുള്ളതാണ് നെക്സ്റ്റ്. അപ്പൊ കാറ്റഗറി നമുക്ക് എന്ത് കാറ്റഗറിയാണ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പൊ ഞാനിവിടെ ഇന്റർനെറ്റ് ഇന്റർനെറ്റ് മാർക്കറ്റിംഗ് സർവീസ് എന്ന് കൊടുക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് അടിച്ചു. ഡു യു വാണ്ട് ആഡ് ലൊക്കേഷൻ കസ്റ്റമർ ക്യാൻ വിസിറ്റ് ലൈക്ക് എ സ്റ്റോർ ഓർ ഓഫീസ്. നമ്മുടെ കസ്റ്റമേഴ്സോ അതല്ലെങ്കിൽ വിസിറ്റേഴ്സോ നമ്മുടെ ഓഫീസ് വിസിറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഷോ അപ്പോൺ ഗൂഗിൾ മാപ്സ് ആൻഡ് സെർച്ച് വെൻ കസ്റ്റമർ ലുക്കിംഗ് ഫോർ യുവർ വിസിറ്റ്. അങ്ങനെയാണെങ്കിൽ ഗൂഗിൾ മാപ്പിൽ ഇത് കാണിക്കുകയും അതിലൂടെ നമ്മുടെ ഓഫീസിലേക്കുള്ള ലൊക്കേഷൻ കിട്ടുകയും ചെയ്യും. ഇതെന്തോടെ ചോദിക്കാൻ തുടങ്ങി കാരണം എന്ന് വെച്ചാൽ ചില ചില ബിസിനസ് ഓൺലൈൻ ആയിരിക്കും. ഓൺലൈൻ ബിസിനസ് ആകുമ്പോൾ വിർച്വൽ ഓഫീസ് ആയിരിക്കാം മേ ബി. അപ്പോൾ അവിടെ ലൊക്കേഷൻ എന്നുള്ള സംഭവത്തിന്റെ ആവശ്യകത വരുന്നില്ല. അതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് എന്താ ഓഫീസ് ഉണ്ട്, ഓഫീസ് ഉണ്ടെങ്കിൽ നമുക്ക് ലൊക്കേഷൻ കൊടുക്കണമെങ്കിൽ യെസ് എന്ന് അടിക്കുക. നമുക്ക് ഓഫീസായിട്ട് ലൊക്കേഷൻ ചെയ്യേണ്ട ആവശ്യമില്ലെങ്കിൽ നോ എന്നും കൊടുക്കാം. ഓക്കെ, അപ്പൊ ഞാനിവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ലൊക്കേഷൻ യെസ് എന്ന് കൊടുത്തു. എൻ്റർ യുവർ ബിസിനസ് അഡ്രസ് ആണ് ചോദിക്കുന്നത്. അഡ്രസ്സ് ഞാൻ ചിലപ്പോൾ ഇപ്പൊ എൻ്റെ വീടിന്റെ അഡ്രസ്സ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, കൊടുക്കുന്നത് കേട്ടോ. ഇത് ഞാൻ സാമ്പിളിനൊക്കെ കാണിച്ചു തരാണ്. ശരിക്കും ഇതിന് കറക്റ്റ് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള അഡ്രസ്സും നമ്മുടെ സ്ഥാപനത്തിന്റെ ഫോട്ടോസ് കാര്യങ്ങൾ ഇതൊക്കെ വേണം കേട്ടോ. കാരണം അവര് ചോദിക്കുന്നത് എക്സ്റ്റീരിയർ ഫോട്ടോ, അതായത് വിത്ത് നമ്മുടെ ബോർഡ് ഉണ്ടല്ലോ, സ്ഥാപനത്തിന്റെ ബിസിനസ് ബോർഡ് ഇൻക്ലൂഡ് ചെയ്തുള്ള ഫോട്ടോ, അതുപോലെ ഇന്റീരിയർ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അത് ചോദിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ കൊടുക്കുന്നത് മാക്സിമം കറക്റ്റ് ആക്കാൻ നോക്കുക. അല്ലെങ്കിൽ എന്താ ഇഷ്യൂ എന്ന് വെച്ചാൽ ചിലപ്പോ എന്താ വെരിഫൈ ആവാൻ ബുദ്ധിമുട്ട് വരും. മുമ്പൊക്കെ ആയിരുന്നു ഒരു 14 ദിവസം കൊണ്ട് നമുക്കൊരു പോസ്റ്റ് കാർഡ് വരും, അതിലൊരു OTP ഉണ്ടാവും, ആ OTP അടിച്ചെടുക്കലായിരുന്നു. ഇപ്പൊ ചില കേസിൽ മൊബൈൽ നമ്പർ ചോദിക്കും, ചില കേസിൽ നമുക്ക് വീഡിയോ കോളിംഗ് ആയിരിക്കും. അപ്പൊ വീഡിയോ നമ്മളെ ഓഫീസിന്റെ ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും അതുപോലെ ഓഫീസിന്റെ ഉള്ളിൽ നിന്നൊക്കെ ഇന്റീരിയർ എക്സ്റ്റീരിയർ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ എടുത്തിട്ട് അവർക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. 5 ഡേയ്സിന്റെ ഉള്ളിൽ അവർ വെരിഫൈ ചെയ്തിട്ട് തരുമായിരിക്കും. അപ്പോ
നമ്മൾ ഫേക്ക് ആണെങ്കിൽ നമുക്ക് അതൊരു ബുദ്ധിമുട്ടാവും, കാരണം വീഡിയോ എടുക്കാൻ നമുക്ക് ഓഫീസ് ഉണ്ടാവില്ലല്ലോ. ഇതിപ്പോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ചെയ്യാണ്, ജസ്റ്റ് എന്റെ പേഴ്സണൽ അഡ്രസ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മളെ കൺട്രി, അതുപോലെ സ്ട്രീറ്റ് അഡ്രസ്സ്, ലാൻഡ്മാർക്ക്, UH, നമ്മളെ ലാൻഡ്മാർക്ക് കൊടുത്തു. അതുപോലെ നിയറസ്റ്റ്, എബോ, ബിഹൈൻഡ്, ബിസൈഡ്, ഓപ്പോസിറ്റ് എന്നൊക്കെ ഉണ്ട്. ഉം. അപ്പോ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഏതിന്റെ അടുത്താണ്, ഇപ്പൊ ബിസൈഡ് ആണ്. ഞാൻ നമ്മുടെ അഡ്രസ്സ്, പിൻകോഡ്, ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുത്തു. നെക്സ്റ്റ് അടിച്ചു. ഡു യു പ്രൊവൈഡ് ഡെലിവറീസ് ഓർ ഹോം ആൻഡ് ഓഫീസ് വിസിറ്റ്? നമുക്ക് ഡെലിവറി കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. നമ്മൾ ഓഫീസിൽ നിന്ന് അങ്ങനെ ഡെലിവറി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എക്സാക്ട് ആ റൂട്ട് മാപ്പ് ഗൂഗിൾ മാപ്പിൽ അവർക്ക് കൊടുക്കേണ്ടി വരും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ്. ഓർ ഈ ഹോമോ ഓഫീസോ ഓഫീസ് വിസിറ്റോ നമുക്ക് ഉണ്ട് എന്നാ, അതുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് എന്ത് ചെയ്യും, മാപ്പിൽ എക്സാക്ട് ഇത് കിട്ടും. അതിന് എക്സാമ്പിൾ പറഞ്ഞത്, ഇഫ് യു വിസിറ്റ് ഓർ ഡെലിവറി യുവർ കസ്റ്റമേഴ്സ് യു ക്യാൻ ലെറ്റ് ദം നോ യുവർ വൈറ്റ്. അപ്പൊ അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഓഫീസിലേക്കുള്ള കറക്റ്റ് ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാനുള്ള സംവിധാനം കാര്യങ്ങളും അവർക്ക് എന്ത് ചെയ്യാൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇത് ചോദിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ലൊക്കേഷൻ കറക്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ യെസ് എന്ന് കൊടുക്കുക. അപ്പൊ ആ രീതിയിലായിരിക്കും അവരുടെ സപ്പോർട്ടും സർവീസും ഉണ്ടാവുക. ആഡ് ദ ഏരിയാസ് യുവർ സർവീസ്. ഇത് നമ്മൾ എവിടൊക്കെയാണ് നമ്മൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ നമുക്ക് കൊടുക്കാം. ഞാനിവിടെ കൊടുക്കുന്നത് മലപ്പുറം 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 ഡിസ്ട്രിക്റ്റ്, അതുപോലെ തന്നെ മലപ്പുറം ബേസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കോട്ടക്കൽ, അങ്ങാടി. എന്റെ വീടിന്റെ നിയറസ്റ്റ് സ്ഥലങ്ങളാണ് ഞാൻ കൊടുക്കുന്നത്. നമുക്കിപ്പോ എവിടെയും കൊടുക്കാം. നമ്മളിപ്പോ ഓൾ കേരള കൊടുക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓൾ കേരള കൊടുക്കുക. നമ്മളെ ഇഷ്ടമാണ്. ഇപ്പൊ ഞാൻ ഇവിടെ കുറച്ച് പ്ലേസുകൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇതെന്താ വെച്ചാൽ നിങ്ങളെ ബിസിനസ് പ്രൊവൈഡ് ചെയ്യുന്നത് എവിടെയൊക്കെയാണ് എന്നുള്ളതാണ്. ഈ ഏരിയ കൊടുത്തു കഴിഞ്ഞാലാണ്, ഈ ഏരിയയിൽ നിന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, നമ്മളെ ബിസിനസ് കാണിക്കും, നമ്മളെ ബിസിനസ് ലിസ്റ്റ് ചെയ്ത് കാണിക്കും. അപ്പൊ നമ്മൾ എവിടെയൊക്കെയാണ് നമ്മൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളെ ബിസിനസ് ഇപ്പോൾ കൊണ്ടോട്ടിയിലെ ഒരു ബിസിനസ് ആണെങ്കിൽ ആ കൊണ്ടോട്ടി നിയറസ്റ്റ് ഉള്ള ഓരോ ചെറിയ സ്ഥലം വരെ നിങ്ങൾ പോയിന്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം മാക്സിമം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഏരിയയിൽ നിന്നൊക്കെ ആരും മൊബൈൽ ഷോപ്പോ അല്ലെങ്കിൽ എന്ത് സ്ഥാപനമാണോ അത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് കാണിക്കും. എന്നാൽ നേരെ മറിച്ച് നിങ്ങൾ വൈഡ് ആയിട്ട് ഓൾ കേരള പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബിസിനസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഓരോ ഡിസ്ട്രിക്ട് ബേസ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും, 14 ഡിസ്ട്രിക്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഓൾ കേരള എന്ന് വരെ നമുക്ക് എന്ത് ചെയ്യാം,
കേരള എന്ന് അടിച്ചെടുത്ത് കേരള കംപ്ലീറ്റ് കിട്ടും. ഇനി അതല്ല അതർ സ്റ്റേറ്റ് ആണെങ്കിൽ അതർ സ്റ്റേറ്റ് കൊടുക്കാം. ഇപ്പൊ കേരളം എന്ന് കൊടുത്താൽ കേരളത്തിൽ മൊത്തത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാൻ പറ്റും. അപ്പൊ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ കേരള കൊടുത്തു, ഇനി കോഴിക്കോട് വേണമെങ്കിൽ സെപ്പറേറ്റ് നമുക്ക് കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യാം, കോഴിക്കോട് കൊടുക്കാം. ഉം. അപ്പൊ കോഴിക്കോട് ഡിസ്ട്രിക്ട് നമുക്ക് ഈ രീതിയിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാൻ പറ്റും. തിരൂര്, തിരൂരങ്ങാടി, പെരിന്തൽമണ്ണ, പെരിന്തൽമണ്ണ, അതുപോലെ തന്നെ വേങ്ങര, വളാഞ്ചേരി. ഈ രൂപത്തിൽ മാക്സിമം നിങ്ങളെ ലൊക്കേഷൻസ് എവിടെയൊക്കെ നിങ്ങൾക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും അതൊക്കെ വളരെ വ്യക്തമായിട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പൊ ഞാൻ കുറച്ച് കൊടുത്തിട്ടുണ്ട്, ഇനി നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം. മാക്സിമം അതിൽ കൊടുക്കാൻ പറ്റുന്ന ലൊക്കേഷൻസ് ഒക്കെ കൊടുക്കുക. പിന്നെ വരുന്നത് നമ്മുടെ നമ്പറാണ്, മൊബൈൽ നമ്പർ കൊടുക്കുക എന്നുള്ളതാണ്. ഞാൻ ഓൾറെഡി ഈ നമ്പറിലൊക്കെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തായതുകൊണ്ടാണ് ചിലപ്പോൾ എൻ്റെ എന്ത് ചെയ്യാൻ പറ്റില്ല, അപ്രൂവ് ചെയ്യാൻ സാധ്യത കുറവാട്ടോ. മേ ബി അപ്രൂവ് ചെയ്യുള്ളൂ, കാരണം ഓൾറെഡി ഞാൻ ഇതുപോലെ ക്ലാസ് എടുക്കുമ്പോൾ പല പ്രാവശ്യം എൻ്റെ നമ്പർ വെച്ച് കൊടുത്തത് കൊണ്ട് തന്നെ കുറച്ച് റിസ്ക് ഉണ്ടാവും അത് അപ്രൂവ് ആയി വരാൻ. വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വെബ്സൈറ്റ് കൊടുക്കാം. നെക്സ്റ്റ് അടിക്കുക. അടുത്തത് സെലക്ട് വേ ടു ഗെറ്റ് വെരിഫൈഡ്. വെരിഫിക്കേഷൻ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. ഇവിടെ ഇപ്പൊ നമുക്ക് വന്നിട്ടുള്ള 3 ഓപ്ഷനാണ്. ഒന്ന്, ഫോണിലേക്ക് ഒരു OTP വരും. രണ്ടാമത് നമുക്ക് ഇമെയിലിലേക്ക് ഒരു കോഡ് വരും. മൂന്നാമത് നമ്മളെ ബിസിനസ് വീഡിയോ. അപ്പൊ ചില കേസ് നിങ്ങൾ നോക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ബിസിനസ് വീഡിയോ മാത്രമേ വരുള്ളൂ. പിന്നെ സംബന്ധിച്ച് ഇതേ അക്കൗണ്ടിൽ ഓൾറെഡി ഒരു അക്കൗണ്ട് ഉണ്ടായതുകൊണ്ട് തന്നെ അവർക്ക് അത് വെരിഫൈഡ് ആണ്. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ അവർക്ക് ഫോൺ നമ്പറും OTP വന്നാൽ മതിയോ. ചില കേസിൽ എന്ത് ചെയ്യും, ബിസിനസ് വീഡിയോ ആണ് ചോദിക്കുക. അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും, ബിസിനസ് വീഡിയോ ഇതിപ്പോ ഈ മെയിലിലേക്ക് വരും. ബിസിനസ് വീഡിയോ ആണെങ്കിൽ നമ്മളെ റെക്കോർഡ് വീഡിയോ എടുത്തിട്ട് എന്ത് ചെയ്യണം, ബിസിനസിന്റെ വീഡിയോ എടുത്തിട്ട് ഇവർക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ 3 ഓപ്ഷൻസ് ആണ് ഉള്ളത്. പിന്നെ വരുന്ന ഓപ്ഷൻസ് പറഞ്ഞാൽ ലെറ്റർ ആണ്. വെരിഫൈ ലെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-14 ദിവസത്തിനുള്ളിൽ ഗൂഗിളിന്റെ ഒരു ലെറ്റർ നമ്മൾ ഇതിൽ കൊടുത്ത അഡ്രസ്സിൽ എന്ത് ചെയ്യും, നമുക്ക് പോസ്റ്റ് ആയിട്ട് അവർ അയച്ചു തരും. ആ ലെറ്ററിൽ ഒരു പിൻ കോഡ് ഉണ്ടാവും, ആ ഒരു OTP കോഡ്. ആ കോഡ് ഇവിടെ അടിച്ചു കഴിഞ്ഞാലാണ് വെരിഫൈ ആവുള്ളൂ. ഓക്കെ, ഞാനിവിടെ ഫോൺ നമ്പർ തന്നെയാണ് കൊടുക്കുന്നത്. അതല്ലെങ്കിൽ ഫോൺ നമ്പർ വെച്ചുകൊണ്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇമെയിൽ വെച്ചിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ. ഞാൻ ഫോൺ നമ്പർ വെച്ച് കൊടുത്തു. അവിടെ ടെക്സ്റ്റും ഉണ്ട് കോളും ഉണ്ട്. അപ്പൊ ഞാൻ ടെക്സ്റ്റ് മെസ്സേജ് കൊടുത്തു, ഇംഗ്ലീഷ് ലാംഗ്വേജ് കൊടുത്തു. ഒരു 6 ഡിജിറ്റ് OTP കോഡ് ഇപ്പൊ നമ്മളെ ഫോണിലേക്ക് വരും. എത്തിയിട്ടില്ല, ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഒരു 24 സെക്കൻഡ്. അല്ലെങ്കിൽ പിന്നെ നമ്മളെ മെയിലിലേക്ക് കൊടുക്കാം. 2 ഓപ്ഷൻസ് ആണ്. ഇപ്പൊ നെറ്റിന്റെ നല്ല ഇഷ്യൂ ഉണ്ടായതുകൊണ്ട് ഷാവുൽക്ക് വന്നിട്ടുണ്ടല്ലോ. അൻവർക്കന്ന് ജിമ്മിന് പോയിട്ടില്ലേ? ഹോസ്പിറ്റൽ കേസിൽ ഇനി പറഞ്ഞില്ലേ, ആ, ഓക്കെ ഓക്കെ. ഞാൻ ഇന്നലെ ഡിസ്ചാർജ് ആയിട്ടുള്ളൂ. ഓക്കെ ഓക്കെ, നിങ്ങൾ പറഞ്ഞിരുന്നു അല്ലേ. ഓക്കെ ഓക്കെ. അപ്പൊ ഒരാഴ്ച റെസ്റ്റ് എടുക്കാൻ വന്നു. ആ, ഓക്കെ 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 ഓക്കെ.
ഞാൻ ഓപ്ഷൻസ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കും. ഇതൊരു OTP വന്നിട്ടില്ല. പിന്നെ ഇപ്പൊ നെറ്റ് നല്ല രീതിയിൽ ഒരു പ്രോബ്ലം ഉണ്ട് കേട്ടോ. ടാഗ് ഉണ്ടോ? ഇമെയിൽ ID ഒന്ന് കൊടുത്ത് നോക്കാം. ഇമെയിൽ ID കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള വിഷയം, ഇവിടെ പ്രശ്നം എന്താ വെച്ചാല് ഗെറ്റ് കോഡ് സെൻഡ് ആൻ ഇമെയിൽ അഡ്രസ്. നമ്മുടെ വെബ്സൈറ്റിൽ കൊടുത്ത ഒരു ഇമെയിൽ അഡ്രസ് ഉണ്ടാവും. ആ എന്താണ് ഇമെയിൽ IDക്കാണ് ഇവർ എന്താ കോഡ് പോവുള്ളൂ. അപ്പൊ നമ്മൾ വെബ്സൈറ്റ് കൊടുത്ത ഇമെയിൽ ID ശരിയാണെന്നുള്ള ഉറപ്പ് വരുത്തണം. അല്ലെങ്കിൽ എന്ത് ചെയ്യും, അത് വർക്ക് ചെയ്യാതെ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ പ്രോബ്ലം ഉണ്ട്. അതുകൊണ്ട് അത് പോസിബിൾ അല്ല. റീസെന്റ് കോഡ് കൊടുത്തു നോക്കാം. റേറ്റ് ചെയ്ത് നോക്കാം. OTP വരികയാണെങ്കിൽ വെരിഫൈ ആവും. ഇതിലിപ്പോ നിലവിൽ ഗൂഗിൾ മൈ ബിസിനസ് ലിസ്റ്റ് ചെയ്തത് ആരൊക്കെയാണ്? എല്ലാവരും ലിസ്റ്റ് ചെയ്തതാണോ അതോ എന്താണ് സ്റ്റാറ്റസ് ഒന്ന് പറയും. റഹ്മാൻ ഖാന്റെ ചെയ്തിട്ടുണ്ടോ അല്ലെ? എന്റെ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിൽ മൂന്നായിട്ടാ ചെയ്ത്. അത് എന്തെങ്കിലും വിഷയം ഉണ്ടോന്നാണ്. ഇല്ലല്ല, മൂന്നായിട്ട് തന്നെ എന്റെ ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടുണ്ട് ഗൂഗിൾ. ചെയ്തിട്ടുണ്ട്. നിങ്ങൾ തന്നെ ചെയ്താണോ അതോ അങ്ങനെ ആ നമ്മള് ഓൾറെഡി സ്റ്റാർട്ടിങ്ങില് ചെയ്തിട്ടിരുന്നു, സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തപ്പോ. അതായത് ശരി. ലൊക്കേഷനും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിട്ട് ഏത് മാപ്പില് ആ ലിങ്ക് ചെയ്തിട്ടിരുന്നു. പിന്നെ ഓക്കെ. അതിന്റെ പയ്യെ റിവ്യൂസും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ട് ഫോട്ടോസ് ഒക്കെ അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുപോയിരുന്നു. ഓക്കെ. ലാസ്റ്റ് ഒന്ന് വല്ലപ്പോഴും മാനേജ് ചെയ്യുള്ളൂ, വല്ലപ്പോഴും ഒന്ന് കയറുള്ളൂ എന്ന് മാത്രം. റെഗുലർ റിവ്യൂവിന് ഫീഡ്ബാക്കും കാര്യങ്ങളൊന്നും റെഗുലർ കൊടുക്കാറുണ്ടായിരുന്നില്ല. ഇപ്പൊ കുറച്ചായിട്ടാണ് കൊടുത്തു തുടങ്ങിയത്. ഓക്കെ. ഓക്കെ. ഇത് ശരിക്കും ഒപ്റ്റിമൈസ് ചെയ്യാന്ന് പറഞ്ഞ പ്രോസസ് ഉണ്ട്. അതായത് ഇതിൽ കറക്റ്റ് നമ്മൾ ആ കണ്ടന്റ് അപ്ലോഡ് ചെയ്യുക, നമ്മളെ സർവീസിന്റെ സെക്ടറിൽ പോയിട്ട് കുറെ ഡീറ്റെയിൽസ് ഒരു കണ്ടന്റ് കൊടുക്കുക. അപ്പൊ അവിടെ ആ നമ്മൾ കണ്ടന്റ് കൊടുക്കുന്നത് നമ്മളെ കീവേഡ്സ് ആയിരിക്കണം. എന്നാലാണ് സെർച്ചിൽ എന്ത് ചെയ്യുള്ളൂ, ഫ്രണ്ടിക്ക് കയറി വരുള്ളൂ. അപ്പൊ നമ്മൾ സെർച്ച് ചെയ്യുമ്പോ ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോ ആ കീവേഡ്സിന്റെ അത് മുകളിൽ കയറി വരുന്നു അല്ലെ? അപ്പൊ അതെ, കീവേഡ്സ് എന്ന് പറയുന്നത് അതല്ലേ സെർച്ച്, കീവേഡ്സ് എന്ന് അതല്ലേ പറയുന്നത് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. SEO ഇത് ബിസിനസ് പ്രൊഫൈൽ മാത്രം SEO ചെയ്യുന്ന കേസാണ് കണ്ടന്റ് ഞാൻ ക്രിയേഷൻ പറഞ്ഞത്. അല്ലേ? പിന്നെ വെബ്സൈറ്റ് SEO ചെയ്യുന്നുണ്ട്. അത് വെബ്സൈറ്റിൽ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഇത് നമ്മൾ ലോക്കൽ SEO എന്ന് പറയും ഇതിന്. അതായത് ആളിപ്പോ നിങ്ങളെ ബിസിനസ് ഇപ്പൊ മൊബൈലിന്റെ സ്പെയർ ആക്സസറീസ് ആണല്ലോ അല്ലെ? അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ആളുകൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന കുറച്ച് കീവേഡ്സ് ഉണ്ടാവും. കീവേഡ്സ് ഇമ്പോർട്ടന്റ്, എല്ലാവരും അടിക്കുന്ന, അത്യാവശ്യം ഒരുപാട് പേര് കോമൺ ആയിട്ട് അടിക്കുന്ന വേർഡ്സ്, അതിനെ കീവേഡ്സ് എന്ന് പറയാം. ആ കീവേഡ്സ് നമ്മൾ ഏതൊക്കെയെന്ന് അനലൈസ് ചെയ്ത് നോക്കിയിട്ട് ആ കീവേഡ്സ് നമ്മളെ ഗൂഗിൾ മൈ ബിസിനസ്സിൽ എന്ത് ചെയ്യണം, നമ്മൾ കൊടുക്കണം. അത് നമ്മൾ ഓരോ സർവീസിന്റെ കാറ്റഗറിയിലൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാലാണ് ഓഹോ, ഇതുമായി ബന്ധപ്പെട്ട് സെർച്ച് ചെയ്യുമ്പോൾ നമ്മളുടെ ഫ്രണ്ടിൽ വരുള്ളൂ. കാരണം ആളുകൾ അടിക്കുക എന്ന് ചോദിച്ചാൽ ആളുകൾക്ക് ഇപ്പൊ നമ്മളെ ബ്രാൻഡ് എന്ന് അറിഞ്ഞോളുന്നില്ല. അവർക്ക് ഇപ്പോ മൊബൈൽ ആക്സസറീസ് അല്ലെങ്കിൽ ഓക്കെ, ഇപ്പൊ ഓക്കെ, iPhone 30 Pro കേസ്, നിയറസ്റ്റ് ഷോപ്പ് എന്നൊക്കെ ആളുകൾ അടിക്കുക. അപ്പൊ ആളുകൾ അടിക്കുന്ന വേർഡ്സ് ഏതാന്ന് അനലൈസ് ചെയ്യുക. അത് നമ്മൾ കീവേഡ് ആക്കി എടുത്തിട്ട് സെലക്ട് ചെയ്തെടുത്തിട്ട് ആ കീവേഡ് നമ്മള് ഗൂഗിൾ മൈ ബിസിനസ്സിലൊക്കെ എന്ത് ചെയ്യുക, കറക്റ്റ് നമ്മൾ പ്ലേസ് ചെയ്യുക. കണ്ടന്റ് ബേസ്ഡ്, കണ്ടന്റിൽ കൂടുതൽ പ്ലേസ് ചെയ്താൽ മതി. അപ്പൊ അങ്ങനെയാണ് ചെയ്യേണ്ടത്. എനിക്ക് ഇപ്പോഴും കോഡ് വന്നിട്ടില്ല കേട്ടോ. നിങ്ങളെ വോയിസ് ഇടക്കിടക്ക് മിസ്സാണ് കേട്ടോ ഷൗൽക്ക. ആ ഓക്കെ. നെറ്റ്വർക്ക് ഷൗൽക്ക, വോയിസ് അല്ലാണ്ട് നിങ്ങൾ വോയിസ് ഇനി പ്രോബ്ലം ഉണ്ടല്ലേ? നെറ്റ്വർക്ക് പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം ഒരു അടി അടിക്കണം. അതായത് ഏതെന്ത് സംഭവം വീട്ടിലല്ലേ? അപ്പൊ ഇവിടെ അത് പറഞ്ഞിട്ട് വീട്ടിലെ കാര്യമില്ല, അതിനുള്ള ഓഫീസിലാണെങ്കിൽ സെറ്റപ്പ് നിങ്ങൾ ചെയ്യണ്ടേ? നിങ്ങൾ ഈ കേരള ഒട്ടാകെ ക്ലാസ് എടുക്കുന്ന ഒരു മനുഷ്യനല്ലേ? ഞാൻ ഓൺലൈൻ ക്ലാസ് ഇപ്പൊ വീട്ടിൽ നിന്നാണ് ചെയ്യേണ്ട ആദ്യമായിട്ട്. സാധാരണ നമ്മൾ ഓഫീസിൽ നിന്നൊക്കെ കൊടുക്കാറുണ്ട്. ഇവിടുന്ന് നമുക്ക് അതിന്റെ ആവശ്യം വരലുമില്ല. ഞാൻ രാവിലെ ഇവിടുന്ന് ഇറങ്ങും, രാത്രി വരുള്ളൂ. അതുകൊണ്ട് ഇവിടെ നെറ്റിന്റെ സംവിധാനം ഞാൻ വെച്ചിട്ടില്ല. ഇനി വെക്കണം. ഇപ്പഴാണ് മനസ്സിലായത്.
അത് നിർബന്ധമുള്ള കാര്യമാണ്. നിർബന്ധം അറിയാം. അപ്പൊ ഇനി എന്തായാലും ഉടനെ എന്ത് ചെയ്യണം, വെക്കണം. ഉം. കാരണം വെച്ചാൽ നിങ്ങളെ ഓരോ വോയിസിനും കോള് കൊടുത്തോട്ടെ. കോൾ കൊടുത്താൽ നന്നാവും. നോക്കാം. കോളാകുമ്പോ നമ്പർക്ക് ഒരു കാള് വരും. കാള് വന്നിട്ട് ആ ഒരു OTP പറയായിരിക്കും. ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. പിന്നെ ഷഹദ് ഭായിന്റെ ചെയ്തിട്ടുണ്ടോ? ഗൂഗിളിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അനീസ് ഷാവുൽക്കൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ അല്ലെ? അപ്പൊ അത് ഇന്ന് മുതൽ എന്ത് ചെയ്യുമെന്ന് അറിയോ? ചെയ്തവരാണെങ്കിൽ അത് രണ്ടാം വട്ടം ഓപ്പൺ ചെയ്യുക. അത് ഒപ്റ്റിമൈസ് ചെയ്യാനുള്ള പണി ഇന്ന് മുതൽ എടുക്കണം. അത് കംപ്ലീറ്റ് ഒന്ന് ചെക്ക് ചെയ്യുക, എവിടെയെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ മാക്സിമം നമ്മളെ ഡീറ്റെയിൽസ് കൊടുക്കുക. ഉം. ഞാനിപ്പോ അതിനൊന്ന് ചെക്ക് ചെയ്ത് നോക്കണത്, കാരണം ഫോണിൽ കൂടെയാണ് നമ്മൾ ചെയ്യാറ്. മാനേജർ ഓൺ ആപ്സ് ആണ് കൊടുക്കാറ്. ഏത് മൈ ബിസിനസ് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അത് മതി, മാനേജർ. അത് നോക്കിയാൽ മതി. പിന്നെ ഇതില് പേര് അഡ്രസ് ഒക്കെ ചേഞ്ച് ചെയ്യുമ്പോൾ ഇത് ഉറപ്പ് വരുത്താറുണ്ട്. കാരണം ചിലപ്പോ പിന്നെ രണ്ടാമത് റിവ്യൂവിന് പോകും. നമ്മൾ എഡിറ്റ് ചെയ്യുന്നൊക്കെ രണ്ടാമത് റിവ്യൂവിന് പോയിട്ട് വീണ്ടും എന്ത് ചെയ്യും, റിവ്യൂ കഴിഞ്ഞിട്ട് അത് അപ്രൂവ് ആയി വരുള്ളൂ. അങ്ങനെ പ്രശ്നമുണ്ട്. എന്റെ ഇപ്പൊ ഓൾറെഡി വെരിഫൈഡ് ആണ്. അതായത് നമ്മളുടെ ലോഗോന്റെ ഒരു ടിക്ക് കാണിക്കുന്നുണ്ട്. അതെ അതെ, വെരിഫൈ ബ്ലൂ ഉണ്ടാവും. ടിക്ക് ബ്ലൂ ടിക്ക് കാണിക്കുന്നുണ്ട്. അത് ഓൾറെഡി പണ്ട് ഇതേപോലെ ലെറ്റർ വന്ന് ഞാൻ വെരിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട് ഓക്കെ. അതില്. മേ ബി ചിലപ്പോ ഈ നമ്പറിൽ ഓൾറെഡി ഞാൻ മുമ്പൊന്ന് കൊടുത്തത് കൊണ്ടായിരിക്കാം ചിലപ്പോ വരുന്നില്ല. കാളും ഇല്ല, ടെക്സ്റ്റും ഇല്ല. ഇപ്പൊ അത് വെരിഫൈ, നമ്മളൊരു OTP കൊടുത്താൽ തന്നെ ഇപ്പൊ അവർ കാണിക്കുക ജസ്റ്റ് വെരിഫൈ ആവും. എന്നിട്ട് കുറച്ച് ദിവസങ്ങൾ എടുക്കും. ഇത് അവർ ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്യണമെങ്കിൽ കുറച്ച് ദിവസങ്ങൾ എടുക്കും. ഒരു 1 വീക്ക് മുതൽ 2 വീക്ക് വരെ സമയം എടുക്കാം. ആ സമയത്തിന്റെ ഉള്ളിലാണ് എന്ത് ചെയ്യുള്ളൂ, ഇത് അവര് കറക്റ്റ് വെരിഫൈ ചെയ്ത് ചെക്ക് ചെയ്തിട്ട് ഇത് അവർ അപ്രൂവ് ചെയ്യുള്ളൂ. ഓക്കെ. അങ്ങനെ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇതേ രൂപത്തിലായിരിക്കും ഉണ്ടാവുക. ഇതിപ്പോ ഞാൻ കുറച്ച് ദിവസം മുമ്പ് എന്താ ഒന്ന് കുട്ടികൾക്ക് ക്ലാസ് കൊടുത്തപ്പോ ചെയ്തായിരുന്നു. അതിപ്പോ നോക്കിയപ്പോ അപ്രൂവ് ആയി കിടക്കുന്നുണ്ട്. അപ്രൂവ് ആണെങ്കിൽ ഇതുപോലെ ടിക്ക് കാണാൻ പറ്റും, ഒരു ബ്ലൂ ടിക്ക് കാണാൻ പറ്റും. ഓക്കെ. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് വെരിഫൈ കഴിഞ്ഞാൽ പിന്നെ വരുന്ന സ്റ്റേജ് ഇങ്ങനെ ആയിരിക്കും. നിങ്ങൾ വെരിഫൈ ആയതിന്റെ ശേഷം പിന്നെ നിങ്ങൾക്ക് ഇവിടെ പ്രൊഫൈൽ എഡിറ്റ് ചെയ്യാം, റിവ്യൂസ്, റിപ്ലൈ കാര്യങ്ങൾ കൊടുക്കാൻ ചെക്ക് ചെയ്യാം, മെസ്സേജ്, ആളുകളെ മെസ്സേജ് അയക്കുന്നുണ്ടെങ്കിൽ അതിന് റിപ്ലൈ കാര്യങ്ങൾ കൊടുക്കാം. ആഡ് ഫോട്ടോസ് ഉണ്ട്. നമ്മുടെ ബിസിനസിന്റെ പല രീതിയിലുള്ള ഫോട്ടോസ്, സ്ഥാപനത്തിന്റെയും നമ്മുടെ സർവീസിന്റെ ഒക്കെ ആയിട്ട് നല്ല ഫോട്ടോസ് നമുക്ക് അപ്ലോഡ് ചെയ്യാം. പെർഫോമൻസ് എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് പെർഫോമൻസ് ചെക്ക് ചെയ്യാൻ പറ്റും. അഡ്വർടൈസ് എന്ന് പറഞ്ഞ സംഭവം സ്ഥലമുണ്ട്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഈ ഗൂഗിൾ മൈ ബിസിനസ് വെച്ചിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും, ഗൂഗിളിൽ ആഡ് ചെയ്യാൻ പറ്റും. എഡിറ്റ് പ്രൊഡക്റ്റ് എന്നുള്ളത്, നമുക്ക് പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനി ആണെങ്കിൽ നമുക്ക് പ്രൊഡക്റ്റ് ഓരോന്ന് അപ്ഡേറ്റ് ചെയ്യുക, അതിന്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പ്രൊഡക്റ്റ് അപ്ഡേറ്റ് ചെയ്യാനും പറ്റും. സർവീസ് സെക്ടർ ആണെങ്കിൽ എഡിറ്റ് സർവീസ് എന്ന് കൊടുക്കുക, നമ്മുടെ സർവീസ് ഏതൊക്കെയാണ് അതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കുക, അതിന്റെ കണ്ടന്റ് കൊടുക്കുക. ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്നുള്ള സർവീസ് ആണെങ്കിൽ അത് കൊടുത്ത് അതിന്റെ അടിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കീവേഡ്സ് ഉണ്ടല്ലോ, അപ്പൊ ഈ കീവേഡ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കണ്ടന്റ് എന്ത് ചെയ്യുക, മാക്സിമം കൊടുക്കുക. ഇപ്പൊ നിയറസ്റ്റ് മലപ്പുറം ബെസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് കമ്പനി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കണ്ടന്റ് കൊടുക്കുക. ആ കണ്ടന്റിൽ എന്ത് വേണം, നമ്മുടെ കീവേഡ് മസ്റ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യണം. ആളുകൾ സെർച്ച് ചെയ്യുന്ന എല്ലാ വേർഡ്സും നമ്മുടെ സർവീസിൽ അല്ലെങ്കിൽ പ്രൊഡക്റ്റിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് എന്ത് ചെയ്യുള്ളൂ, നമുക്ക് സെർച്ചിൽ ഫ്രണ്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇതിനാണ് ഒപ്റ്റിമൈസ് ചെയ്ത് കൊണ്ടുവരാന്ന് പറയുന്നത്. ഇവിടുന്ന് സൗണ്ടിന് ഒരു വേരിയേഷൻ വരുന്നു. എന്റെ സൗണ്ടിനാണോ? ആ, ചിലപ്പോ പക്ഷെ ലോ ലോ ലെവലിൽ പോകുന്നു സൗണ്ട്. എന്താ ചെയ്യുക എങ്ങനെയാണ്? ഓക്കെ, ഇപ്പൊ എന്താ അവസ്ഥ, കേൾക്കുന്നുണ്ടോ? ആ, ഇപ്പൊ കേൾക്കാം. ഒന്നുകൂടെ വെരിഫിക്കേഷൻ കൊടുത്തു നോക്കട്ടെ.
അപ്പൊ ഓക്കെ. അപ്പൊ ഇവിടെ നമുക്ക് സർവീസ് എഡിറ്റ് ചെയ്യാം, അതുപോലെ ബുക്കിംഗ്സ്. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ബുക്ക് ചെയ്യുന്ന സ്ഥാപനം, ഇപ്പൊ എന്തെങ്കിലും പ്രോഗ്രാം ഉള്ളതോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുക്കിംഗ് അവൈലബിൾ ആയി, ഇപ്പൊ ഡോക്ടേഴ്സ് ഒക്കെ ആണെങ്കിൽ ഇവിടെ ബുക്കിംഗ് വേണ്ടി വരും. അപ്പൊ ബുക്കിംഗിന്റെ സെക്ഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ വരുന്നത് മെസ്സേജ് വന്നിട്ടില്ല. ക്ഷമ. പിന്നെ വരുന്ന ക്യു ആൻഡ് എ, അതായത് ക്വസ്റ്റ്യൻ ആൻസർ ആണ്. അപ്പൊ നമ്മുടെ ഇതുപോലത്തെ പ്രൊഫൈലിന്റെ താഴെ ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റും, അതിനെ ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് ആൻസർ ക്വസ്റ്റ്യൻസും ആൻസറും നമുക്ക് തന്നെ സെറ്റ് ചെയ്യാം. FAQ രൂപത്തിൽ ക്വസ്റ്റ്യൻസും ആൻസറും ചെയ്യുക. അതായത് നമ്മുടെ ബിസിനസിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ സർവീസിനെ കുറിച്ചിട്ടോ അത് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ആഡ് അപ്ഡേറ്റ്സിൽ നമുക്ക് ഓരോ പോസ്റ്റ്, ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുമല്ലോ, സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ ആ ഒരു പോസ്റ്റ് ഇതിലും ആഡ് ചെയ്യാൻ പറ്റും. അതിനെ കുറിച്ചുള്ള കണ്ടന്റും നമുക്ക് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും. അതിന് നമുക്ക് എന്തെങ്കിലും വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ വെബ്സൈറ്റിന്റെ ലിങ്കോ കാര്യങ്ങളോ അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന ലിങ്ക് ഒക്കെ അതിൽ കൊടുക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് ഓരോ പ്രൊഡക്റ്റ് ആയിട്ട് പബ്ലിഷ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ അപ്ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതേ രൂപത്തിൽ എന്ത് വരും, ഇവിടെ ഇങ്ങനെ നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് ഇവിടെ ഇങ്ങനെ കാണിക്കും. അപ്ഡേറ്റ്സിന്റെ സെക്ഷൻ ആണിത്. ഇവിടെയാണ് ക്വസ്റ്റ്യൻ ആൻസർ. ഇവിടെ ആളുകൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഉം. ഈ ആൻസർ അത് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. പിന്നെ ആസ്ക് ഫോർ റിവ്യൂ, നമ്മളെ ബിസിനസിനെ റിവ്യൂ ചെയ്യാൻ വേണ്ടി ആളുകൾ ചോദിക്കാനുള്ള ലിങ്ക് എടുക്കാനുള്ളതാണ്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലിങ്ക് കിട്ടുക. ആ ലിങ്ക് നമുക്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ ഡയറക്റ്റ് ആളുകൾക്ക് 5 സ്റ്റാർ റേറ്റിംഗ് കൊടുത്തിട്ട് അതിന്റെ താഴെ കണ്ടന്റ് കൊടുത്തിട്ട് റിവ്യൂ അടിക്കാൻ പറ്റും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. ഇത് നിർബന്ധമായിട്ട് ചെയ്യേണ്ട സംഭവങ്ങളാണ്. ആഡ് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ. ഇതിപ്പോ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇവിടുന്ന് ഓരോന്നും എഡിറ്റ് ചെയ്യാം. എഡിറ്റ് പ്രൊഫൈൽ എടുക്കാം. എഡിറ്റ് പ്രൊഫൈൽ എടുത്തിട്ട് നമുക്ക് നെയിം, ഇന്റർനെറ്റ് മാർക്കറ്റിംഗ്, നമ്മളിവിടെ കൊടുത്ത ഡിസ്ക്രിപ്ഷൻ ആണത്. പിന്നെ ഓപ്പണിംഗ് ഡേറ്റ്, നമ്മളെ ബിസിനസ് ഓപ്പൺ ചെയ്ത ഡേറ്റ് ആണ്, അത് നമുക്ക് കൊടുക്കാം. ഉം. പിന്നെ അതുപോലെ കോണ്ടാക്ട് നമ്പർ, ഇപ്പോൾ ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഇത് നോട്ട് അപ്രൂവ്ഡ് ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, നമ്പർ ഒന്ന് മാറ്റി കൊടുത്തോട്ടെ കേട്ടോ. 8 98 66 27. ഞാൻ ഇതിലെ പ്രശ്നം എന്താ വെച്ചാൽ ഒരേ നമ്പർ ചിലപ്പോ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ചിലപ്പോ കൺഫ്യൂഷൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ ഏറ്റവും നല്ല രീതി എന്ന് പറഞ്ഞാല് നമ്മളിവിടെ വെബ്സൈറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ വെബ്സൈറ്റിൽ കൊടുത്ത നമ്പർ ഉണ്ടല്ലോ, ആ നമ്പർ തന്നെ നിങ്ങൾ ഇവിടെ കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ഗൂഗിൾ വെരിഫൈ ചെയ്യുക നമ്മളെ വെബ്സൈറ്റ് ആണ്. അപ്പൊ വെബ്സൈറ്റിലെ അഡ്രസ്സും വെബ്സൈറ്റിലെ മൊബൈൽ നമ്പറും വെബ്സൈറ്റിലെ ഇമെയിൽ അഡ്രസ്സും ആണ് അവരെന്ത് ചെയ്യുക, മാക്സിമം അപ്രൂവ് ചെയ്യാൻ സാധ്യത ഉള്ളൂ. അപ്പൊ ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. രണ്ടാമത് ബിസിനസ് ലൊക്കേഷൻസ് ആണ്. ഇതിന്റെ കേസിൽ ഞാൻ ലൊക്കേഷൻസ് ഷോ ബിസിനസ് അഡ്രസ് ആൻഡ് കസ്റ്റമേഴ്സ്, ലൊക്കേഷൻസ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല തോന്നുന്നു അല്ലേ. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ബിസിനസ് ലൊക്കേഷൻസ് സെറ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ ചോദിക്കുന്നുണ്ട് ഷോ ബിസിനസ് അഡ്രസ് ടു കസ്റ്റമർ, കസ്റ്റമർക്ക് നമ്മൾ ബിസിനസിന്റെ അഡ്രസ് കാണിക്കണമെന്ന് ചോദിക്കുന്നുണ്ട്. ഇവിടെ ഞാൻ സെയിം അഡ്രസ്സിനാണ് കൊടുക്കാനുള്ളത്. നമ്മുടെ മഞ്ചേരി ഇൻസ്റ്റിറ്റ്യൂട്ടിന് നമ്പർ കൊടുക്കാം. സെക്കൻഡ് മെയിൽ, മലപ്പുറം മഞ്ചേരി റോഡ്
ലാൻഡ്മാർക്ക് കോപ്പറേറ്റീവ് കോളേജ്. മഞ്ചേരി കോപ്പറേറ്റീവ് കോളേജ് മഞ്ചേരി. കോപ്പറേറ്റീവ് കോളേജ് മഞ്ചേരി. ടൗൺ മഞ്ചേരി. പിൻകോഡ് 67 61 21. 67 61 21. കേരള സ്റ്റേറ്റ്, കേരള. ദെൻ സേവ് ചെയ്യാം. വേറെ കാര്യം കൂടെ കൊടുക്കണ്ട. ലൊക്കേഷന് പോയി. ആ ലൊക്കേഷൻ നമ്മൾ ഈ കൊടുത്ത അഡ്രസ് എന്ത് ചെയ്യണം? ആ ലൊക്കേഷനിൽ ഒന്ന് മാർക്ക് ചെയ്യും കൂടെ വേണം കേട്ടോ. അപ്പോ ഓട്ടോമാറ്റിക് ഇവിടെ വന്നിട്ടുണ്ടാവും. പക്ഷെ യമഹ ടിപ്പാലം ഇതെന്ത് ചെയ്യണം? കറക്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അഡ്ജസ്റ്റ് കൊടുക്കുക. എന്നിട്ട് ഇത് അഡ്ജസ്റ്റ് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഭാഗം ടിപ്പാലം ഒന്ന് സൂം ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് ഒന്നും കൂടി ക്ലാരിറ്റി കാണാം എവിടെയാണ് നമ്മുടെ ലൊക്കേഷൻ ഉള്ളത് കേട്ടോ. റേഞ്ചിന് നല്ല രീതിയിൽ അത് ശരി. ക്ലാസ് മിസ്സിംഗ് ആയിരുന്നു. ഹലോ ആ മിസ്സിംഗ് ആയിരുന്നു കുറച്ചു നേരമായിട്ടൊന്ന് കട്ടായി ഇരിക്കായിരുന്നു. ശരി. ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പൊ ഓക്കെ, നമ്മൾ അഡ്രസ്സ് കൊടുത്തിട്ട് നമ്മൾ അഡ്രസ്സ് കൊടുത്ത ഈ ഏരിയ ഉണ്ടല്ലോ, ലൊക്കേഷന്, ഇതെന്ത് ചെയ്യുക? കറക്റ്റ് ഒന്ന് മാർക്ക് ചെയ്യണം കേട്ടോ. ഗവൺമെന്റ് ബോയ്സ് മഞ്ചേരി, അതിന്റെ തൊട്ട് മുമ്പ് കച്ചേരിപ്പടി, സെന്റ് ഹോസ്പിറ്റൽ, ചോല വാട്ടർഫാള്, യമഹ മഞ്ചേരീസ്, ടിപ്പാലം. നമുക്കിത് ഇങ്ങനെ ബ്രൗസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കാണാൻ പറ്റും കേട്ടോ. ഗവൺമെന്റ് ആയുർവേദ ഫാഷൻ. അവിടെ നിന്ന് ഇങ്ങനെ പോന്ന് കഴിഞ്ഞാല് വെൽക്കം വാഗൺ PIMK പെട്രോൾ ഹിന്ദുസ്ഥാൻ കഴിഞ്ഞ സൂപ്പർ ബൈക്ക് മൾട്ടി ബ്രാൻഡ്. ഓക്കെ, നൈറ്റ് പ്ലേസ്, ടെക്നോ സർവീസ്. സാധനമൊക്കെ എത്തിയില്ല അല്ലേ? ബഡ്ജറ്റ് ഭയങ്കര ഗ്രീൻ സ്പാർക്ക്. ഓക്കെ,
സലഫി മസ്ജിദ് ഓക്സ്ഫോർഡ്. ഓക്കെ ഓക്കെ. അപ്പൊ ഇതുപോലെ എന്ത് ചെയ്യാ, നമ്മളെ ലൊക്കേഷൻ കറക്റ്റ് നമ്മളെ ബിൽഡിങ്ങിൽ എന്ത് ചെയ്യാ, ഇതുപോലെ മാർക്ക് ചെയ്യാം. മനസ്സിലായോ? ഇതിങ്ങനെ കുറച്ച് സൂം ചെയ്തിട്ട് നമ്മൾ ഗൂഗിൾ മാപ്പ് എടുത്തിട്ട് കറക്റ്റ് സ്പോട്ട് എന്ത് ചെയ്യണം, എക്സാക്ട് സ്പോട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് ലൊക്കേഷൻ കറക്റ്റ് കിട്ടുള്ളൂ. ഇത് നമ്മൾ കറക്റ്റ് മാർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഉണ്ടാവുക ചോദിച്ചാല് നമ്മൾക്ക് കറക്റ്റ് ആവൂല. അപ്പൊ ലൊക്കേഷൻ അടിച്ചിട്ട് ആരെങ്കിലും മാപ്പ് ത്രൂ വന്നു കഴിഞ്ഞാല് നമ്മളെ കറക്റ്റ് സ്പോട്ടിൽ എത്തൂല. ആ പരിസരത്ത് എവിടെയെങ്കിലും ഒന്ന് കറങ്ങി തിരിഞ്ഞു പോകേണ്ടി വരും. അപ്പൊ ഇത് കറക്റ്റ് സൂം ചെയ്ത് നമ്മളെ ലൊക്കേഷൻ കൊടുക്കുക, എന്നിട്ട് ഇട്ടാണെന്ന് കൊടുക്കുക. ഓക്കെ, ഇവിടെ അതിന്റെ കറക്റ്റ് അഡ്രസ്സും കാര്യങ്ങളും നമുക്ക് ഇവിടെ കൊടുക്കാം. ഉം. ഇപ്പൊ നമ്മളെ ബിൽഡിങ്ങിന് അഡ്രസ് ഉണ്ട്, അതാണെങ്കിൽ അത് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും കൂടെ നന്നാവും. ഒരു ബിൽഡിംഗ് ഡൗട്ട് ചോദിക്കട്ടെ? പറയും. ഇപ്പൊ ഉള്ള നമ്മളിപ്പോ സെറ്റ് ചെയ്തതിൽ ഇനിയിപ്പോ എന്തെങ്കിലും ഇങ്ങനെ എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇഷ്യൂസ് വരുമോ? എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് റിവ്യൂവിന് പോകും. റിവ്യൂ അല്ല കഴിഞ്ഞിട്ടായിരിക്കും എന്ത് ചെയ്യുക, അത് അപ്രൂവ് ചെയ്യുക. ഇഷ്യൂസ് അതിന് വരിക. പിന്നെ ആ ലൊക്കേഷൻ അതിന് പിന്നെ പിന്നെ നമുക്ക് ഇങ്ങനത്തെ മെയിലോ കാര്യങ്ങളോ വരേണ്ടി വരില്ലേ കൺഫർമേഷന്? അല്ലല്ല, അത് കൺഫർമേഷൻ വരില്ല, കാരണം ഓൾറെഡി വെരിഫൈഡ് ആയതല്ലേ. പക്ഷെ ഇത് ആ റിവ്യൂവിന് പോകും എന്നുള്ളതാണ്. റിവ്യൂവിന് ആ ആ പോയിട്ടാണ് ഒരു എന്ത് വെയിറ്റിംഗ് ചെയ്യുന്നത്. ഉണ്ടാവും. ആ, നമ്മളെ ഇതിലിപ്പോ എന്ത് ചെയ്യാ, ഒരു കാര്യം കൂടെ ആഡ് ചെയ്യണം. ബിൽഡിങ്ങിന്റെ പേര് VKI² എന്നാണ് അവരുടെ ബിൽഡിംഗ് നെയിം. അതും കൂടെ ആഡ് ചെയ്യാം. നിങ്ങൾ നിർബന്ധമായിട്ട് ആക്കണോ? എങ്ങനെ, എന്താ പറഞ്ഞത്? നിങ്ങൾ നിർബന്ധമായിട്ട് നെറ്റ് കണക്ഷൻ റെഡി ആക്കണോ? ആ, മിസ്സിംഗ് ഉണ്ടല്ലേ. ഇടക്കിടക്ക് മിസ്സിംഗ് ഉണ്ട്. ഓക്കെ, ഈ സംഭവം ഒഴിവാക്കി മഞ്ചേരി എന്ന് കൊടുത്താൽ മതി. 22 മെയിൽ മഞ്ചേരി, നിയറസ്റ്റ് കോപ്പറേറ്റീവ് കോളേജ്, ടൗൺ മഞ്ചേരി, പിൻകോഡ്. ഓക്കെ, അതുപോലെ ലൊക്കേഷൻ നമ്മൾ മാപ്പ് കറക്റ്റ് ഇവിടെ ചെയ്തു, സേവ് കൊടുത്തു കേട്ടോ. അപ്പൊ ലൊക്കേഷൻ സെറ്റ് ചെയ്തു. ഉം. ഇനി അടുത്തത് എന്തോ ഇഷ്യൂ ഉണ്ടല്ലോ. കറക്റ്റ് അഡ്ജസ്റ്റ് മാപ്പ് പിൻ പോയിന്റ് പിന്നെ ചെയ്തില്ല കറക്റ്റ്. കുറച്ചേരം ക്ഷമ വേണ്ടതിന്. ലോഡാവണ്ട. നെറ്റിന്റെ പ്രശ്നം കൊണ്ട് ഇത് ലോഡാവാൻ ബുദ്ധിമുട്ടുണ്ട്. ഒറ്റ മിനിറ്റ്, ഞാൻ എന്റെ വേറെ ഫോണൊന്ന് കൊണ്ടുവരട്ടെ. ആ ശരി, ഇതിപ്പോ കൊച്ചിയിലാ കിടക്കുന്നത്.
ഓക്കെ. മഞ്ചേരി. മുട്ടിപ്പാലം. ഓക്കെ, നമ്മൾ കറക്റ്റ് അഡ്രസ് എന്ത് ചെയ്തോ? ഇവിടെ കൊടുത്തു VKI² സെക്കൻഡ് 22 മൈൽ മഞ്ചേരി നിയർ കോപ്പറേറ്റീവ് കോളേജ് മഞ്ചേരി. അപ്പൊ നമ്മുടെ മാപ്പിൽ കറക്റ്റ് കാണാൻ പറ്റും. കറക്റ്റ് സ്പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലൊക്കേഷനിൽ കറക്റ്റ് കിട്ടുള്ളൂ. ഇപ്പൊ നമ്മൾ സർവീസ് ഏരിയ കൊടുത്താണ്. അപ്പൊ അത് സെറ്റ് ചെയ്യുക. അപ്പൊ നിർബന്ധമായിട്ട് ഇപ്പൊ നിങ്ങൾ ഇതിലൊക്കെ പല ആൾക്കാർ സർവീസ് ഏരിയ ആരും കൊടുക്കലില്ല. അത് കൊടുക്കാത്തതുകൊണ്ട് തന്നെ സെർച്ചിൽ നമ്മളത് കാണൂല. അപ്പൊ നമ്മളത് ഈ സർവീസ് ഏരിയ എവിടെ കൊടുത്തു? ഞാൻ കോഴിക്കോട് കൊടുത്തു കഴിഞ്ഞാൽ കോഴിക്കോട് നിന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇഷ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ള ഈ ഫേം കാണിക്കും. അപ്പൊ അതേ രൂപത്തിൽ നിങ്ങൾക്ക് നിങ്ങളെ സ്ഥാപനം എവിടെ നിന്നൊക്കെ സെർച്ചിൽ കാണിക്കണം, അവിടെയൊക്കെ നിങ്ങൾക്ക് ഇത് ആഡ് ചെയ്യാം. ഇപ്പോ അതർ കൺട്രീസിൽ വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് ആഡ് ചെയ്യാൻ പറ്റും. എന്നാൽ അവിടെ സെർച്ച് ചെയ്താൽ ഇത് കാണിക്കും. ഓക്കെ, നിങ്ങൾ ഇത് ഇവിടെ കൊടുക്കുന്നത് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, കൊടുക്കുന്ന ഏരിയാസ് മെയിൻ ആയിട്ട് സെർച്ചിൽ കാണിക്കുള്ളൂ. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ക്ലിയർ ആണ്, ക്ലിയർ ആണ്. ഓക്കെ ഓക്കെ, ഞാൻ നെറ്റ് മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഒന്നുകൂടി ക്ലിയർ വരാൻ സാധ്യത കാണുന്നുണ്ട്. പിന്നുള്ളത് അവേഴ്സ് ആണ്. നമ്മളെ ഓഫീസിന്റെ വർക്കിംഗ് ടൈം എപ്പോഴാണ്? അപ്പൊ ഞാൻ രാവിലെ 9 to വൈകുന്നേരം 5 എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. സൺഡേ ക്ലോസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഇതുപോലെ നിങ്ങളുടെ ബിസിനസ്സിനും ടൈം ഉണ്ടാവും. ആ ടൈം സെറ്റ് ചെയ്യുക. സ്പെഷ്യൽ അവേഴ്സ് ഉണ്ട്. സ്പെഷ്യൽ അവേഴ്സ് പറഞ്ഞാൽ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും അവേഴ്സ്, അതായത് ഇപ്പോ ഓഫുള്ള ദിവസം വീക്കെൻഡിൽ നമ്മൾ വർക്ക് ചെയ്യേ, അങ്ങനെ ഓഫുള്ള ദിവസം വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ നൈറ്റിൽ വർക്ക് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ടൈമിൽ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം. പിന്നെ ആഡ് മോർ അവേഴ്സ്, നമ്മളിവിടെ എന്തെങ്കിലും ഡെലിവറി, ഡിന്നർ, ബ്രേക്ക്ഫാസ്റ്റ്, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ സർവീസ് നമ്മളവിടെ ഉണ്ടെങ്കിൽ അത് കൊടുക്കാൻ പറ്റും കേട്ടോ. ഇപ്പം ഓൺലൈൻ അവേഴ്സ്, അവർ ഫോർ ദ ഹാപ്പി അവേഴ്സ്, ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതുപോലെ ഫ്രം ദ ബിസിനസ്, ഇവിടെ കുറച്ച് സംഭവങ്ങളുണ്ട്. ഇപ്പോ ഐഡന്റിഫൈസ് ആസ് വുമൺ ഓണർഡ്, ഇത് വുമൺ ഓണറായ ബിസിനസ് ആണോ, അത് കൊടുത്തു കഴിഞ്ഞാൽ അത് സെപ്പറേറ്റ് എന്ത് ചെയ്യും, നമ്മൾ ഗൂഗിൾ മൈ ബിസിനസ്സിൽ ലിസ്റ്റ് ചെയ്യുന്നത് സ്പെഷ്യൽ ചെയ്ത് കാണിക്കും. ഇത് ലേഡീസ് സ്ഥാപനമാണ്, ലേഡീസിന്റെ ഓണർ സ്ഥാപനമാണെന്നുള്ളതൊക്കെ. അപ്പൊ അങ്ങനത്തെ സംഭവങ്ങൾ അത് കൊടുക്കണമെങ്കിൽ നമുക്ക് കൊടുക്കാം. അതുപോലെ തന്നെ വീൽ ചെയർ നമ്മുടെ ഓഫീസ്ക്ക് ആക്സസിബിൾ ആണോ, സീറ്റിംഗ് ഉണ്ടോ, ടോയ്ലറ്റ് ഉണ്ടോ, ഇതൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ അമെൻഡീസ്
ആസ് എ ജെൻഡർ ന്യൂട്രാലിറ്റി ആൻഡ് ന്യൂട്രൽ ടോയ്ലറ്റ്സ് നമ്മളവിടെ ഉണ്ടാവുന്നു ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. അതുകൊണ്ടാണ്. പിന്നെ LGBTQ ഫ്രണ്ട്ലി ആണോ നമ്മുടെ സ്ഥാപനം എന്നുള്ളതാണ്. അത് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് കൊടുക്കാം. അതുപോലെ തന്നെ പ്ലാനിങ്, അപ്പോയിന്റ്മെന്റ് റിക്വയർഡ്. കസ്റ്റമർ അബൌട്ട് യുവർ ബിസിനസ് ഷോയിങ് ആട്രിബ്യൂട്ട് യുവർ ബിസിനസ് പ്രൊഫൈൽ ദേ അപ്പിയർ പബ്ലിക്കലി സെർച്ച് മാപ്പ് ഓൺ അതർ ബുക്ക് സർവീസ്. അപ്പോയിന്റ്മെന്റ് എടുക്കണം നമ്മുടെ സ്ഥാപനത്തിന് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇത് നമുക്ക് അപ്പോയിന്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മളെ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് യെസ് എന്ന് കൊടുക്കാം. അപ്പൊ അതിൽ കാണിക്കും അപ്പോയിന്റ്മെന്റ് എടുക്കാൻ. ഗൂഗിൾ ബിസിനസ്സിൽ സെർച്ചിൽ കാണിക്കും അപ്പോയിന്റ്മെന്റ് അവൈലബിൾ ആണെന്നുള്ളത്. പിന്നെ വരുന്നത് സർവീസ് ഓപ്ഷൻസ് ആണ്. ഓഫേഴ്സ് ഓൺലൈൻ അപ്പോയിന്റ്മെന്റ്, ഓൺ സൈറ്റ് സർവീസ് അവൈലബിൾ ആണ്. നമ്മൾ അങ്ങോട്ട് പോയിട്ട് അവരെ സർവീസ് ചെയ്യുക അല്ലെങ്കിൽ അവരെ മീറ്റ് ചെയ്യൽ അവൈലബിൾ ആണോ എന്നുള്ളതാണ്. അതല്ലെങ്കിൽ ഓഫേഴ്സ് ഓൺലൈൻ അപ്പോയിന്റ്മെന്റ്സ്, ഓഫേഴ്സ് കാര്യങ്ങൾ അവൈലബിൾ ആണോ ഉണ്ടെങ്കിൽ അതും കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ മെൻഷൻ ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് ഈ ഇതിൽ വരുന്നത് കേട്ടോ. അതായത് എബൌട്ട്, കോണ്ടാക്ട്, ലൊക്കേഷൻ, അവേഴ്സ്, മോറ്, ഇത്രയും കാര്യങ്ങൾ നമ്മളെ നെയിം, കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉണ്ടാവും. ഇത് കംപ്ലീറ്റ് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പൊ ഇത് നിങ്ങളതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. രണ്ടാമത്തെ റീഡ് റിവ്യൂസ് ആണ്. റിവ്യൂസിൽ നമ്മളെ ബിസിനസ്സിന് ഇപ്പൊ നിലവിൽ കിട്ടിയ റിവ്യൂസ് കാര്യങ്ങൾ ഇതൊക്കെ എന്ത് ചെയ്യും, ഇതിൽ കറക്റ്റ് കാണിക്കും. ഇതിപ്പോ പുതിയ അക്കൗണ്ട് ആണ്. ഇപ്പൊ കുറച്ച് ദിവസങ്ങൾ മുമ്പ് എന്ത് ചെയ്താണ് ജസ്റ്റ് കൊടുത്തിട്ടുള്ളായിരുന്നു. അപ്പൊ ഞാൻ ഇവിടെ നേരത്തെ കാണിച്ച രൂപത്തിൽ ഇങ്ങനെ വെരിഫൈ ചെയ്ത് കൊടുത്തുള്ളായിരുന്നു. അതിന്റെ ബാക്കിയുള്ള ഇപ്പൊ എന്താണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ റിവ്യൂസ് അതിലുണ്ടാവില്ല. മെസ്സേജസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും മെസ്സേജസ് ആരെങ്കിലും അയച്ചിട്ടുണ്ടെങ്കിൽ അതിവിടെ കാണാനും അതിന് റിപ്ലൈ കൊടുക്കാനും നമുക്ക് പറ്റും എന്നുള്ളതാണ്. ഇതുപോലെ മെസ്സേജ് വരും. അതുപോലെ നമുക്ക് സെറ്റ് FAQs ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ കസ്റ്റമർക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, FAQ സെറ്റ് ചെയ്യാം. FAQ എന്ന് പറഞ്ഞാല് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസും ആൻസറും. അപ്പൊ ഞാൻ ഇവിടെ കുറച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. അത് ആഡ് ക്വസ്റ്റ്യൻസ് എന്ന് കൊടുക്കുക, എന്നിട്ട് ക്വസ്റ്റ്യൻസ് കൊടുക്കുക. ഇപ്പൊ ഞാൻ കൊടുത്തിട്ടുണ്ട് വാട്ട് സർവീസ് ഷാ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി ഓഫർ. ഷാ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി എന്തൊക്കെ ഓഫർ ചെയ്യുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഒരു കസ്റ്റമർ ഈ മെസ്സേജ് ബോക്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഈ ക്വസ്റ്റ്യൻസ് കാണിക്കും. ഓരോ ക്വസ്റ്റ്യൻസും അതിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി അതിന് ആൻസറും കാണിക്കും. അപ്പൊ ഞാൻ ഇവിടെ ഓരോ ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്തിട്ടുണ്ട്, അതിന് ആൻസറും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെയൊക്കെ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്താ വെച്ചാൽ ഇവിടെ FAQ കൊടുക്കുമ്പോഴും ക്വസ്റ്റ്യൻ ആൻസർ കൊടുക്കുമ്പോഴും റിവ്യൂസിൽ കൊടുക്കുമ്പോഴും സർവീസിൽ കൊടുക്കുമ്പോഴും പ്രൊഡക്റ്റിൽ കൊടുക്കുമ്പോഴും അപ്ഡേറ്റിൽ കൊടുക്കുമ്പോഴും നമ്മളെ നിർബന്ധമായിട്ടും നമ്മളെ കീവേഡ് എന്ത് വേണം, ഇതിൽ ഉണ്ടാവണം. അതാണ് ഇതിന്റെ ഇമ്പോർട്ടന്റ് സംഭവം എന്ന് പറഞ്ഞാൽ. നമ്മളെ കീവേഡ്സ് ഇത് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാലാണ് ആളുകൾ സെർച്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യുള്ളൂ, സെർച്ചിൽ വരുള്ളൂ. ഓക്കെ. അപ്പൊ ക്വസ്റ്റ്യൻ ആൻസർ കൊടുക്കാം. മെസ്സേജിൽ നമുക്ക് ഓട്ടോമാറ്റിക് അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാം. മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാനും പറ്റും കേട്ടോ. പിന്നെ വരുന്നത് ആഡ് ഫോട്ടോസ് ആണ്. ആഡ് ഫോട്ടോസിൽ നമ്മളെ ബിസിനസിന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ആണ്. ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഫോട്ടോസ് ആണ് ഈ ഗൂഗിൾ മൈ ബിസിനസിന്റെ ഫ്രണ്ടിൽ കാണിക്കുമല്ലോ ഫോട്ടോസ്. അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഇവിടെ ഏത് കാണിക്കണം എന്ന് നമുക്ക് കറക്റ്റ് സെലക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ഇവിടെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ പെർഫോമൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് ഓരോ ടൈം പീരീഡിലും നമ്മളെ ഗൂഗിൾ മൈ ബിസിനസിന്റെ പെർഫോമൻസ് എന്താണെന്നുള്ളത് അനലൈസ് ചെയ്യാനാണ്. ഓവർവ്യൂ എന്ന് പറഞ്ഞാല് ടോട്ടൽ എത്ര മൊത്തത്തിൽ നമുക്ക് വന്ന ട്രാഫിക് കാര്യങ്ങളൊക്കെ കാണിക്കണം. അപ്പൊ ഓരോ സെക്ഷൻ ആയിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ടാവും. ഇതിൽ കാര്യമായിട്ട് കാണിക്കാതെന്ന് വെച്ചാൽ പുതിയ അക്കൗണ്ട് ആയതുകൊണ്ടാണ്. എത്ര കാൾസ് വന്നു, എത്ര മെസ്സേജസ് വന്നു, എത്ര ബുക്കിംഗ് വന്നു, എത്ര ഡയറക്ഷൻസ് വന്നു, വെബ്സൈറ്റ് ക്ലിക്ക് എത്ര വന്നു, ഇങ്ങനെ നമുക്ക് ഓരോന്നും എന്ത് ചെയ്യാൻ പറ്റും, പെർഫോമൻസ് അനലൈസ് ചെയ്യാൻ പറ്റും. അത് ഓരോ ടൈം പീരീഡ് വെച്ചിട്ട്. പിന്നെ നമുക്കുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അഡ്വർടൈസ്മെന്റിന്റെ ഓപ്ഷൻ ആണ്. നമ്മൾ ഇത് വെച്ചിട്ട് നമുക്ക് ആഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞങ്ങൾക്ക് എന്റെ അഭിപ്രായം എന്താ പറയുക, ഇതിപ്പോ ഒരു പുതിയ അക്കൗണ്ട്, ഒരു നിലവിൽ റൺ ചെയ്യുന്ന ഒരു അക്കൗണ്ട് എടുത്ത് ചെയ്യാൻ കാണിച്ചേക്കാരം ഒന്നും കൂടെ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് മനസ്സിലാവാൻ സാധ്യത. അതാകുമ്പോൾ കറക്റ്റ്
അതിന്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും. ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ. നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഏതെങ്കിലും എടുത്തിട്ട് കാണിച്ചു തരാൻ. ഇപ്പൊ ഈ സ്ക്രീൻ കാണുന്നുണ്ടോ? ഹലോ, ആ പറഞ്ഞോ പറഞ്ഞോ. ഈ സ്ക്രീൻ കാണുന്നുണ്ടോ ഇപ്പൊ? ഏ, ഇപ്പൊ നമ്മളെ ഇല്ല ഇപ്പുള്ള സ്ക്രീൻ തന്നെ നമ്മ വെച്ചിരുന്ന സ്ക്രീൻ തന്നെയാണ് കാണുന്നത്. അതിനെ വേറെ കാണുന്നുണ്ടോ ഇപ്പൊ അല്ലേ? വെച്ച് ഓക്കെ 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 ഓക്കെ, കാണിച്ചു തരാം. ഓക്കെ ഓക്കെ, ഇത് നമ്മളെ ഓക്സ്ഡു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഗൂഗിൾ മൈ ബിസിനസ് ആണ്. ഇതിൽ ഒരുപാട് അക്കൗണ്ട് ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ. ഓക്സ്ഡു കൊണ്ടോട്ടി, മഞ്ചേരി, രാമനാട്ടുകര എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഒന്നിൽ കൂടുതൽ അക്കൗണ്ട് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ കാണിക്കുന്നത്. അപ്പോ ഇതിന്റെ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം. ഇതാകുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ ഡീറ്റെയിൽസ് ആയിട്ട് ആളുകൾ സെർച്ചിൽ ഉണ്ടായതുകൊണ്ട് തന്നെ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, റിവ്യൂസ് ഉണ്ട്. റിവ്യൂസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇത് നമ്മുടെ മഞ്ചേരി അല്ല, കൊണ്ടോട്ടി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിവ്യൂസ് ആണ്. അപ്പൊ ആളുകൾ അടിച്ച റിവ്യൂസ്, ആ റിവ്യൂസിന് നമുക്ക് റിപ്ലൈ കൊടുക്കുക, ലൈക്ക് അടിക്കുക. റിപ്ലൈ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിപ്ലൈ കൊടുക്കുക, ലൈക്ക് കാര്യങ്ങൾ കൊടുക്കുക, അതിന് മറുപടി കൊടുക്കുക. ഇതൊക്കെ നമ്മൾ റിപ്ലൈ കൊടുത്താണ്. അപ്പൊ ഈ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, റിവ്യൂസിന് ലൈക്ക്, റിപ്ലൈ കാര്യങ്ങളൊക്കെ കൊടുക്കാം. ഇപ്പൊ ഞാനിവിടെ റിപ്ലൈ കൊടുക്കാം. താങ്ക് യു എന്നുള്ളത് നമുക്ക് കൊടുത്തു. ഈ രൂപത്തിൽ നമുക്ക് റിപ്ലൈ കാര്യങ്ങൾ കൊടുക്കാം. നമുക്ക് ഓരോ റിവ്യൂസ് ആളുകൾ ചെയ്യുന്നതിന് റിപ്ലൈസ് കറക്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ അതേപോലെ നമുക്ക് വരുന്ന മറ്റൊന്ന് ഞാൻ പറഞ്ഞില്ല, മെസ്സേജസ് ആണ്. മെസ്സേജസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരാൾ ചോദിച്ചിട്ടുണ്ട്, ജസ്റ്റ് ഓൺലൈൻ ക്ലാസ് അവൈലബിൾ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോ നമുക്ക് അതിനെന്ത് ചെയ്യാം, ആൻസർ കൊടുക്കുക, യെസ് എന്ന് കൊടുക്കുക. അടുത്തത് ഇവിടെ വേറെ ആൾ ചോദിച്ചിട്ടുണ്ട്, കോണ്ടാക്ട് നമ്പർ തരുമെന്നുണ്ട്. അപ്പൊ കോണ്ടാക്ട് നമ്പർ, ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ട് അല്ലേ. ഇവിടെ നമുക്ക് ഇവർക്ക് എന്ത് ചെയ്യാം, റിപ്ലൈ മെസ്സേജ് മൊബൈൽ നമ്പർ കൊടുത്തു. അടുത്ത ആൾ എന്ത് ചോദിച്ചിട്ടുള്ളത്, ഹലോ ഹൗ കാൻ ഐ ഹെൽപ്പ് യു എന്ന് ചോദിക്കാം. ഡിസൈനിങ് കോഴ്സ്, യെസ്. കോൺടാക്ട് നമ്പർ കൊടുത്തിട്ട് നമ്മുടെ നമ്പർ കൊടുത്തു. അടുത്ത ആളെന്ത് ചോദിച്ചിട്ടുള്ള, ഹായ്. അപ്പൊ നമുക്ക് ഇതുപോലെ മെസ്സേജുകൾ ഒരുപാട് വന്നിട്ടുണ്ടാവും. ഇതൊന്നും ഇപ്പൊ നമ്മൾ പ്രൊമോഷനോ കാര്യം ഒന്നും ചെയ്തിട്ടില്ല. ഇത് കറക്റ്റ് ഒപ്റ്റിമൈസ് ചെയ്തുകൊണ്ട് മാത്രം വന്ന സംഭവമാണ് എന്ത്, ഇത്രയും മെസ്സേജസും ഇത്രയും ആളുകളെ റിവ്യൂസ് കാര്യങ്ങളൊക്കെ. അപ്പൊ നിങ്ങളൊക്കെ ബിസിനസ് എന്ത് ചെയ്യും, ഇതേപോലെ നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അത് കറക്റ്റ് ഒപ്റ്റിമൈസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. പൊതുവേ ഇതൊന്നും ഒപ്റ്റിമൈസ് ചെയ്ത് വളരെ ചുരുക്കം ടീമേ ചെയ്യുന്നത് കണ്ടിട്ടുള്ളൂ. ഫോട്ടോസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഫോട്ടോസ്, ലോഗോ, കവർ ഫോട്ടോ അങ്ങനെ 3 കാറ്റഗറി ഉണ്ട്. നമ്മൾ ലോഗോ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. കവർ ഫോട്ടോ എന്ന് പറഞ്ഞത് നമ്മൾ ലോഗോന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുക്കുന്ന കവർ ഫോട്ടോ. അതുപോലെ നമ്മളെ ഫോട്ടോസ് ക്ലിക്ക് ചെയ്യുക. നമുക്കിവിടെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഇങ്ങനെ വലിച്ചിട്ടാൽ മതി, അല്ലെങ്കിൽ സെലക്ട് കൊടുത്തിട്ട് അപ്ലോഡ് എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുക. പിന്നെ പെർഫോമൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓവർവ്യൂ ഇവിടെ കാണാൻ പറ്റും. ടോട്ടലായിട്ട് ഇതിപ്പോ സെപ്റ്റംബർ 2023 സെപ്റ്റംബർ മുതൽ ഫെബ്രുവരി വരെ, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, ഈ ഒരു 5 മാസത്തെ കണക്കാണ്.
ഈ 5 മാസത്തിൽ തന്നെ 536 ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളെ പ്രൊഫൈൽ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. 536 പേര് പ്രൊഫൈൽ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. എന്താ ഇത് പിന്നെ ആഡ് ക്ലെയിം ചെയ്യാനാണ്. പിന്നെ ടോട്ടൽ പീപ്പിൾ വ്യൂഡ് യുവർ ബിസിനസ് പ്രൊഫൈൽ ടോട്ടൽ കണ്ടിട്ടുള്ള 5787 ആളുകളാണ്. അതിൽ 1284 ആളുകൾ സെർച്ച് ഷോഡ് യുവർ ബിസിനസ് പ്രൊഫൈൽ ദി സെർച്ച് റിസൾട്ട് അവർ സെർച്ച് ചെയ്തപ്പോൾ കണ്ടത്. അപ്പൊ എന്തൊക്കെ സെർച്ച് ചെയ്ത കീവേഡ്സ് ഗ്രാഫിക് ഡിസൈനിങ് കോഴ്സ് എന്ന് ആളുകൾ സെർച്ച് ചെയ്തു. അപ്പൊ 343 ആൾക്കാർ ഗ്രാഫിക് ഡിസൈനിങ് കോഴ്സ് എന്ന് സെർച്ച് ചെയ്ത് കണ്ട് നമ്മുടെ ഓക്സ്റൂന്റെ അക്കൗണ്ട് അത് കണ്ടിട്ടുണ്ട്. ഗ്രാഫിക് ഡിസൈനിങ് കോഴ്സ് ഇൻ കേരള എന്ന് സെർച്ച് ചെയ്തിട്ട് 292 പേര് കണ്ടിട്ടുണ്ട്. വെബ് ഡിസൈനിങ് കോഴ്സ് എന്ന് സെർച്ച് ചെയ്ത് 105 പേര്, ഓക്സ്റൂ സെർച്ച് ചെയ്ത് 104 പേര്, വെബ് ഡെവലപ്മെന്റ് കോഴ്സ് എന്നുള്ളത് 92 പേര്. അപ്പൊ ഇതാണ് ശരിക്കും കീവേഡ് എന്ന് പറയുന്നത്. ഈ കീവേഡ് ആണ് ആളുകൾ സെർച്ച് ചെയ്യുള്ളൂ. ഇപ്പൊ ആർക്കും ഓക്സ്ഫോർഡ് എല്ലാവർക്കും അറിഞ്ഞുകൂടാന്ന്. ഇപ്പൊ ഇതിൽ തന്നെ നമുക്കറിയാം ഓക്സ്ഫോർഡ് ആകെ 104 പേരെ സെർച്ച് ചെയ്തിട്ടുണ്ട്. 5000-ൽ പരം സെർച്ച് വന്നപ്പോ അതില് 343 പേര് ഗ്രാഫിക് ഡിസൈനിങ് കോഴ്സ് തന്നെ സെർച്ച് ചെയ്തത്. ഗ്രാഫിക് ഡിസൈനിങ് കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സ് ആയതുകൊണ്ട് ഇത് ഒരുപാട് ടീം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്ക് ഗ്രാഫിക് ഡിസൈനിങ് കോഴ്സ് സെർച്ച് ചെയ്തപ്പോൾ ഓക്സ്ഫോർഡ് വന്നു എന്നുള്ളതാണ് എന്ത്, അവര് ഓക്സ്ഫോർഡിന്റെ പ്രൊഫൈൽ ചെക്ക് ചെയ്യാനും നമ്മളെ കോൺടാക്ട് ചെയ്യാനും കാരണം. അപ്പൊ ഇതേപോലെ നിങ്ങൾ ഓരോ ബിസിനസിന്റെയും പ്രൊഡക്റ്റോ സർവീസോ ആളുകൾ സെർച്ച് ചെയ്യുമ്പോൾ ആ കറക്റ്റ് അവർ സെർച്ച് ചെയ്യുന്ന കീവേഡ് എന്താ, അവരെ പ്രൊഡക്റ്റുമായി ബേസ് ചെയ്തോ സർവീസുമായി ബേസ് ചെയ്തോ ആയിരിക്കും. അവിടെ നമ്മുടെ വെബ്സൈറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഗൂഗിളിന്റെ പ്രൊഫൈല് വരിക എന്നുള്ളതാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാലാണ് നമുക്ക് ആ കസ്റ്റമറെ കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് നമുക്ക് അവരോട് സെല് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇതാണ് കീവേഡ്സ് എന്ന് പറഞ്ഞ സംഭവമാണ്. ആപ്പ് ഡിസൈനിങ് ഡിപ്ലോമ കോഴ്സ് ഇൻ കേരള, ഇതൊക്കെ ഈ കീവേഡ് ഒക്കെ സെർച്ച് ചെയ്തപ്പോ എന്ത് വന്നിട്ടുണ്ട്, നമ്മുടെ ഓക്സ്റൂന്റെ പ്രൊഫൈൽ വന്നിട്ടുണ്ട്. കാലിഗ്രാഫി ടീച്ചിങ് സെന്റർ മലപ്പുറം, ഡിപ്ലോമ ഗ്രാഫിക്സ്, ഒരുപാട് കീവേഡ്സ് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ പെർഫോമൻസിൽ കറക്റ്റ് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കാണാം പ്ലാറ്റ്ഫോം ഡിവൈസ്. ഗൂഗിളിൽ സെർച്ച് ചെയ്തത് വന്നത് മൊബൈലിൽ വന്നത് 4407 പേര്, 76% മൊബൈൽ ത്രൂ ആണ്, 18% ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറിൽ നിന്നാണ്, 5% ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്താണ്, 28% ഡെസ്ക്ടോപ്പിൽ മാപ്സിൽ സെർച്ച് ചെയ്താണ്. ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ പിന്നെ വരുന്നത് കാൾസ്. ഇത് എത്ര കാള് വന്നു, 136, ഈ ഒരു 5 മാസത്തില് 136 കാള് ഗൂഗിൾ മൈ ബിസിനസ് വഴി നമുക്ക് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നല്ല രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസം ഒരു 4-5 എൻക്വയറീസും കാളെന്തെങ്കിലും ഏറ്റവും കുറഞ്ഞത് വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പൊ ആ രീതിക്ക് നിങ്ങൾക്ക് വരുന്നുണ്ടോ ഇല്ല നിങ്ങളാണ് എന്ത് ചെയ്യാനുള്ളത്, നോക്കാനുള്ളത്. ഗൂഗിളിൽ മാത്രം കണ്ടിട്ടാണ് ഇതൊരു പ്രൊമോഷനോ ഒരു ക്യാമ്പയിനിങ്ങോ ഒന്നും ചെയ്യാതെ വരുന്ന സംഭവമായിട്ടത്. ക്യാമ്പയിനും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് അഡീഷണൽ സെപ്പറേറ്റ് വരും. ഇതൊന്നും ചെയ്യാതെ നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്താൽ മാത്രം വരുന്നതാണ്. 136 ആളുകൾ കാൾ ചെയ്താണ്, അത് ആവശ്യക്കാരായ ടാർഗറ്റഡ് ഓഡിയൻസ് ആണ് ശരിക്കും, ഇങ്ങോട്ട് കാൾ ചെയ്തതല്ലേ. അതുപോലെ മെസ്സേജ് എത്ര പേര് അയച്ചു എന്നുള്ളതാണ്. 4 പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ബുക്കിംഗ് ആരും ചെയ്തിട്ടില്ല. ബുക്കിംഗ് ഓപ്ഷനിൽ ഡയറക്ഷൻ 250 പേര് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഗൂഗിൾ മാപ്പ് വഴി ക്ലിക്ക് ചെയ്തിട്ടുണ്ട്, ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്, നമ്മളെ ഓക്സ്റൂക്കിലെ ലൊക്കേഷൻ ചെക്ക് ചെയ്തിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇതിലൂടെ 116 പേര് നമ്മളെ വെബ്സൈറ്റിന്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് വെബ്സൈറ്റിലേക്ക് പോയിട്ടുണ്ട്. 116 പേര്. അപ്പൊ ഇങ്ങനെ നമുക്ക് നമ്മളെ പെർഫോമൻസ് എന്ത് ചെയ്യാൻ പറ്റും, കംപ്ലീറ്റ് അനലൈസ് ചെയ്യാനും ചെക്ക് ചെയ്യാനും പറ്റും. ഇത് ഓരോ മാസം മന്ത്ലി ബേസ് ചെയ്തിട്ടും ഓരോ വീക്കിലേക്ക് ബേസ് ചെയ്തിട്ടൊക്കെ ചെക്ക് ചെയ്യട്ടെ. ഞാൻ ഇപ്പൊ 5 മാസം ഒരുമിച്ച് കൊടുത്താണ്. പിന്നെ വരുന്ന അഡ്വർടൈസ്മെന്റ് ആണ്. ഈ അഡ്വർടൈസ്മെന്റ് ഞാൻ സെപ്പറേറ്റ് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അടുത്ത ദിവസം ക്ലാസ് എടുക്കാം. അത് അത്യാവശ്യം എടുക്കാണ്ട്, അപ്പൊ ഇപ്പൊ സമയം ഉണ്ടാവില്ല. 8-17 പിന്നെ വരുന്നത് ഒന്ന് പ്രൊഡക്റ്റ് ആണ്. പ്രൊഡക്റ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രൊഡക്റ്റ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഓക്സ്ഫോർഡിന്റെ കേസിൽ നമുക്ക് പ്രൊഡക്റ്റ് ആയിട്ടില്ല. അപ്പൊ നമ്മളോട് ജസ്റ്റ് കോഴ്സിന്റെ ഡീറ്റെയിൽസ് കൊടുത്തതാണ്. പ്രൊഡക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഓരോ പ്രൊഡക്റ്റും എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാൻ പറ്റും. ഇപ്പൊ ഇവിടെ നമ്മളിപ്പോ എന്താ വെച്ചാൽ നമ്മൾ ഓരോ കോഴ്സ് എന്ത് ചെയ്തിരിക്കണം, അതിന്റെ പോസ്റ്റർ വെച്ചിട്ട് ഇപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്രൊഫഷണൽ കോഴ്സ്, അതിന്റെ പാക്കേജ്, അതിന് എമൗണ്ട്, പ്രൊഡക്റ്റ് ഡിസ്കൗണ്ട് പ്രൈസ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. അതുപോലെ അതിനെ കുറിച്ച് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ അഡ്മിഷൻ എടുക്കാനുള്ള നമ്മളെ വെബ്സൈറ്റിന്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളെ പ്രൊഡക്റ്റിന്റെ ഫോട്ടോസ്, ഒന്നിൽ കൂടുതൽ ഫോട്ടോസ് കൊടുക്കുക, അതിന്റെ പ്രൊഡക്റ്റിന്റെ നെയിം, അതിനെ കുറിച്ച് കാറ്റഗറി കൊടുക്കുക, അതിന്റെ പ്രൈസ്, അതിന്റെ ഡീറ്റെയിൽസ് കൂടെ കൊടുക്കാൻ പറ്റും, അതിന്റെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക, അത് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് കൊടുക്കുക. അത് സ്പെഷ്യലായിട്ട് മാർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഇങ്ങനെ മാർക്കിങ് കൊടുക്കുക, പബ്ലിഷിംഗ് കൊടുത്താൽ സ്പെഷ്യലൈസ് മാർക്ക് ചെയ്ത് കാണിക്കും. ഓക്കെ, അപ്പൊ ഈ രൂപത്തിൽ നിങ്ങളെ പ്രൊഡക്റ്റ് ഓരോന്നായിട്ട് നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും. ആഡ് പ്രൊഡക്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ
വരും. ഇവിടെ ഓരോ പ്രൊഡക്റ്റും ആഡ് ചെയ്യാം. ഓക്കെ അല്ലേ? ദെൻ അടുത്തത് സർവീസ്. സർവീസ് എന്നാൽ നമ്മൾ പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനി അല്ലെങ്കിൽ പിന്നെ നമുക്കുള്ള സർവീസ് ആണ്. സർവീസ് നമ്മൾ ഓൾറെഡി നമ്മൾ പ്രൈമറി കാറ്റഗറി കൊടുത്തിട്ടുണ്ടാവും. ഇവിടെ പ്രൈമറി കാറ്റഗറി ഡിസൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ളതാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട പോസ്റ്റർ ഡിസൈനിങ്, ലോഗോ ഡിസൈനിങ്, പാക്കേജ് ഡിസൈനിങ്, ഇതൊക്കെയാണ് നമ്മൾ സർവീസസ് വരുന്നത്. എഡ്യൂക്കേഷൻ സെന്റർ അഡീഷണൽ കാറ്റഗറി, പ്രൊഫഷണൽ ഗ്രാഫിക് ഡിസൈനിങ് കോഴ്സ്, ക്രാഷ് കോഴ്സ് ഗ്രാഫിക് ഡിസൈനിങ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് നിങ്ങളെ ഇതിപ്പോ ഓൾറെഡി റിവ്യൂ ആൻഡ് ചേഞ്ച് കൊടുത്ത് കിടക്കുകയാണ്. അപ്പൊ നമുക്ക് ഇവിടെ എഡിറ്റ് നിങ്ങൾ ഇതിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഇതിപ്പോൾ ഓൾറെഡി നമ്മൾ കൊടുത്തുകൊണ്ടാണ് റിവ്യൂ ആയിട്ട് കിടക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണും. അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക? സർവീസ്, ഒരു സർവീസിന്റെ കാറ്റഗറി, ഇപ്പോൾ സോഫ്റ്റ്വെയർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള ഒരു സർവീസ് ആണ്. ആ സർവീസ് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ അടിയിൽ നമുക്ക് കുറെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാൻ പറ്റും. ഇപ്പൊ ഇതിൽ അവർ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടില്ല. ഡിസ്ക്രിപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും കൂടെ എന്ത് ചെയ്യാൻ പറ്റും? ഡീറ്റെയിൽ ആയിട്ട് ആ കോഴ്സിനെ കുറിച്ച് കണ്ടോ അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ആ സർവീസിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാൻ പറ്റും. ആ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്ന കണ്ടന്റിൽ നിർബന്ധമായിട്ടും നിങ്ങൾ സെർച്ച് ചെയ്യുന്ന കീവേഡ്സ് ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, നിങ്ങളുടെ പ്രൊഡക്റ്റോ സർവീസോ എന്താണ് അതിന്റെ ബേസ് ചെയ്തുള്ള കീവേഡ്സ് ഇതിൽ മസ്റ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യണം ഈ സർവീസ് സെക്ടറിൽ. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അത് നിങ്ങൾ സെർച്ചിൽ എന്ത് ചെയ്യും? ഫ്രണ്ടിലേക്ക് കൊണ്ടുവരും. പിന്നെ ആഡ് അപ്ഡേറ്റ് എന്നുള്ളതിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യുക? ആഡ് അപ്ഡേറ്റ് ഉണ്ട്, ആഡ് ഓഫേഴ്സ് ഉണ്ട്, ആഡ് ഇവന്റ് ഉണ്ട്. അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഇടുന്ന ഓരോ പോസ്റ്റേഴ്സോ വീഡിയോസോ ഒക്കെ നമുക്ക് ഇവിടെ അപ്ഡേറ്റ് ചെയ്യാം. പോസ്റ്റർ, അതിന്റെ കണ്ടന്റ്, ഡിസ്ക്രിപ്ഷൻ, അങ്ങനെ. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആഡ് ഫോട്ടോ, ഒരു ഫോട്ടോ കൊടുക്കാം. ഇവിടെ അതിനെ കുറിച്ച് 1500 ക്യാരക്ടറിൽ എന്ത് ചെയ്യുക? ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക, ഒരു അടിപൊളിയായിട്ട്. ഈ ഡിസ്ക്രിപ്ഷനിലൊക്കെ നമ്മുടെ കീവേഡ് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കണം. പിന്നെ ഇവിടെ ഒരു ബട്ടൺ കൊടുക്കുക. ബട്ടൺ നമുക്ക് പ്രൊഡക്റ്റ് ഒക്കെ ആണെങ്കിൽ ബൈ ചെയ്യാണ്, ഓർഡർ, ഓൺലൈൻ, ബുക്ക് എന്നുള്ള കൊടുക്കുക. ലേൺ മോർ, സൈനപ്പ്, കാൾ നൗ. അപ്പൊ ലേൺ മോർ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ വെബ്സൈറ്റിന് ലിങ്ക് കൊടുക്കാം. അതല്ലെങ്കിൽ കാൾ നൗ എന്ന് കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഇവിടെ ഓട്ടോമാറ്റിക് നമുക്ക് കൊടുത്ത കാൾ ബട്ടൺ വരും. ഓക്കെ, എന്നിട്ട് അത് പോസ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് പബ്ലിഷ് ആവും. അതേപോലെ തന്നെ ഇവിടെ വേറെ ഒന്നും കൂടെ ഉണ്ട്. അപ്ഡേറ്റ്സിൽ നമുക്ക് കണ്ടിരുന്നു ആഡ് ഓഫർ. ഇപ്പൊ നമ്മളെ പ്രൊഡക്റ്റോ അല്ലെങ്കിൽ സർവീസോ ബേസ് ചെയ്തിട്ട് നമുക്ക് ഓഫർ ഉണ്ടെങ്കിൽ അതിന്റെ ഓഫറിന്റെ ഇമേജ് ഇവിടെ കൊടുക്കുക. ഓഫറിന്റെ ടൈറ്റിൽ പറഞ്ഞ ഒരു എക്സാമ്പിൾ ഇപ്പൊ 20% ഓഫ് ഇൻ സ്റ്റോർ ഓൺലൈൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഓഫർ എന്താണെന്നുള്ളതാണ് ഫസ്റ്റ് ടൈറ്റിൽ കൊടുക്കേണ്ടത്. ഓഫറിന്റെ ഡേറ്റ്, എന്ന് മുതൽ എന്ന് വരെ, സ്റ്റാർട്ടിംഗ് ഡേറ്റ്, എൻഡിങ് ഡേറ്റ്. പിന്നെ അടുത്തത് ആഡ് മോർ ഡീറ്റെയിൽസിൽ ഇവിടെ ഓഫറിന്റെ ഡീറ്റെയിൽസ് 1500 വേർഡ് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. വൗച്ചർ കോഡോ കൂപ്പൺ കോഡോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. ലിങ്ക്, റെഡീം ഓഫർ, നമ്മൾ റെഡീം ചെയ്യാനുള്ള ഓഫറോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കൊടുക്കാം. ടേംസ് ആൻഡ് കണ്ടീഷൻസ്, നമ്മുടെ ഓഫറിന് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അതോടെ കൊടുക്കാം. എന്നിട്ട് പോസ്റ്റ് അടിക്കുക. പിന്നെ വരുന്നത് ഇവന്റ് ആണ്. നമ്മളെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇവന്റുകൾ നടക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രോഗ്രാം സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഇവന്റിന്റെ ടൈറ്റിൽ, അതിന്റെ സ്റ്റാർട്ടിങ് എന്നാണ് ഡേറ്റ്, അതിന്റെ സ്റ്റാർട്ടിങ് ടൈം, എൻഡിങ് ഡേറ്റ്, എൻഡിങ് ടൈം കൊടുക്കാം. ഇവന്റിൽ ഡീറ്റെയിൽസ് കൊടുക്കാം. ഇവിടെ ബട്ടൺ കൊടുക്കാം. ബട്ടൺ പറഞ്ഞാൽ ബുക്ക് ചെയ്യാനൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഓൺലൈൻ ബുക്ക് ചെയ്യുന്ന ഇവന്റ് ഒക്കെ ആണെങ്കിൽ ബുക്കിംഗ് ഒന്ന് കൊടുക്കുക. ബുക്കിങ്ങിന്റെ ലിങ്ക് ഇവിടെ കൊടുക്കുക. ഗൂഗിൾ ഫോമിന്റെ ലിങ്കോ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ലിങ്കോ കാര്യങ്ങളോ കൊടുക്കുക. അങ്ങനെ 3 അപ്ഡേറ്റ്സുകൾ ഇവിടെ വരുന്നുണ്ട്. ഇവന്റ് ഉണ്ട്, അപ്ഡേറ്റ്സ് ഉണ്ട്, ഓഫർ ഉണ്ട്, ഇവന്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ സംഭവങ്ങൾക്ക് കൊടുക്കാം. പിന്നെ വരുന്നത് ആസ്ക് ഫോർ റിവ്യൂ. ആസ്ക് ഫോർ റിവ്യൂ എന്ന് പറഞ്ഞാല് നമ്മളെ റിവ്യൂ അടിക്കാനുള്ള ലിങ്ക് ആണ്. ഈ ഒരു ലിങ്ക് കിട്ടും. ഈ ലിങ്ക് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുമോ? നമുക്ക് കറക്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിവ്യൂ അടിക്കാനുള്ള ലിങ്ക് ആണ്. അപ്പൊ ഈ ലിങ്ക് ആണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? എടുത്തിട്ട് വാട്സപ്പിലൂടെ, ഫേസ്ബുക്കിലൂടെ, നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലോ അല്ലെങ്കിൽ നിങ്ങളെ കസ്റ്റമേഴ്സ്, ഒരു കസ്റ്റമർ നിങ്ങളെ പ്രൊഡക്റ്റോ സർവീസോ വാങ്ങി ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ഒരു സർവീസ് ഉപയോഗിക്കുക അല്ലെങ്കിൽ നിങ്ങളെ പ്രൊഡക്റ്റോ വാങ്ങിക്കഴിഞ്ഞാൽ, പ്രൊഡക്റ്റ് വാങ്ങി കഴിഞ്ഞതിന് ശേഷം അവർക്ക് പേഴ്സണലായിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. എങ്ങനെയുണ്ട് നമ്മുടെ പ്രൊഡക്റ്റ്, എങ്ങനെയുണ്ട്, നിങ്ങൾ ഹാപ്പി അല്ലേ, അല്ലെങ്കിൽ സർവീസ് എങ്ങനെയുണ്ട്, ഹാപ്പി അല്ലേ എന്ന് മെസ്സേജ് അയക്കുക. അതിനോട് കൂടെ തന്നെ ഈ ലിങ്ക് എന്ത് ചെയ്യുക? അവർക്കൊന്ന് അയച്ചു കൊടുക്കുക. ആ ലിങ്ക് അയച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ഈ രൂപത്തിലൊക്കെ ഇതിപ്പോ ഓക്സ്ഫോർഡ് ടെക്സ്കോണ്ടാണ്. അപ്പൊ കറക്റ്റ് ഇവൾക്ക് വേറെ ഒന്നും സെർച്ച് ചെയ്യേണ്ട, ഡയറക്റ്റ് ഇവിടെ 5 സ്റ്റാറോ റേറ്റിംഗ് കൊടുക്കാം. ഒരു അടിപൊളി എന്ത് ചെയ്യുക? എന്താ റിവ്യൂസ് എന്ത് ചെയ്യുക? ഇവിടെ സെർച്ച് ചെയ്തിട്ട് കൊടുക്കാനും പറ്റും. ഇപ്പൊ ഞാൻ ജസ്റ്റ് ബെസ്റ്റ് റേറ്റ് മാർക്കറ്റിംഗ് സെന്റർ ഒന്ന് ജസ്റ്റ് കൊടുത്തിട്ടോ. അപ്പോ ഇതുപോലെ എന്ത് ചെയ്യും? റിവ്യൂ കൊടുക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ കസ്റ്റമേഴ്സിനെ കൊണ്ട് മാക്സിമം ഇതുപോലെ റിവ്യൂ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്.
അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ഇതിവിടെ താഴത്ത് ഒന്നുകൂടെ കാണിക്കുന്നതാണ് ബിസിനസ് ഇമെയിൽ, കസ്റ്റം ഇമെയിൽ ചെയ്യണമെങ്കിൽ അതുപോലെ വ്യൂ മെസ്സേജ്, ആഡ് ടു മാപ്പ് യുവർ വെബ്സൈറ്റ്, വ്യൂ യുവർ ആഡ് ഡാഷ്ബോർഡ്, ക്ലൈം യുവർ ക്രെഡിറ്റ്, ഇങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട്. ഇതിന് അപ്ഡേഷന് വേണ്ടിയിട്ട് കാണിക്കുന്നതാണ്. അപ്പൊ ഇത്രയും ഈ കാര്യങ്ങൾ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇത് നമ്മുടെ പ്രൊഫൈലിന്റെ സ്ട്രെങ്ത് ആണ്. എന്തെങ്കിലും പ്രൊഫൈൽ ഫില്ല് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ഇത് എന്ത് ചെയ്യും കാണിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് അടിച്ചത് ഇത് ഫില്ല് ചെയ്യാനൊക്കെ ഓപ്ഷൻ. അപ്പൊ അവരുടെ ഭാഗത്ത് നിന്ന് ഫുൾ സപ്പോർട്ട് ഉണ്ടാവും. ഇത് ക്ലെയിം ചെയ്യാനാണ്. ക്ലെയിം ചെയ്യാനാൽ ആഡ് റൺ ചെയ്യാനുള്ള അത് ഞാൻ സെപ്പറേറ്റ് നിങ്ങൾക്ക് അതിനായിട്ട് നമ്മൾ ക്ലാസ് വരുന്നുണ്ട്. വർക്ക് സ്പേസ് ആണോ എന്നുള്ളതാണ്. ഗൂഗിളിന്റെ വർക്ക് സ്പേസ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. അത് എന്താ നമ്മളെ ബിസിനസ് മെയിൽ സെറ്റ് ചെയ്യുക. അപ്പൊ ഇതുപോലെ ഓക്സ്ഫോർഡ് എന്നുള്ള നെയിമിൽ മെയിൽ കാര്യങ്ങൾ സെറ്റ് ചെയ്യുക. 5 TB ക്ലൗഡ് സ്റ്റോറേജ് കിട്ടും. അങ്ങനെ കുറെ അഡീഷണൽ ഫെസിലിറ്റീസ് ഉണ്ട്. അതിനാണ് ഗൂഗിൾ വർക്ക് സ്പേസ് എന്ന് പറയാം. അപ്പൊ അത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് വാങ്ങിക്കാൻ. പെയ്ഡ് ആട്ടോ. അത് പേയ്മെന്റിനുള്ള അഡ്വാൻസ്ഡ് ഓപ്ഷൻസ് ആണ്. ഗോ ടു പ്രൊഫൈൽ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് എന്ത് ചെയ്തു, ഇപ്പൊ കംപ്ലീറ്റ് ഫിനിഷ്ഡ് ആണ്. അപ്പോ മനസ്സിലായില്ല? ഇതിൽ നിന്ന് ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? അൻവർക്ക, ജലീൽക്ക, ഇവോൾവ് ഐഫോണ്, ഡൗട്ട് അനീസ്. ഉണ്ട്, ഇല്ല, എനിക്ക് ഡൗട്ടില്ല, നോക്കിയിട്ട് ഡൗട്ടില്ല. പറഞ്ഞായിരുന്നു. വാട്സപ്പ് ഇട്ടത്. ഓക്കെ ഓക്കെ, ഡൗട്ട് എന്തായാലും വേണം. ഡൗട്ട് ഇത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ല പിന്നെ ഇത് ആ ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് ഡൗട്ടുകൾ ഇങ്ങനെ വരും. അതെ അതെ. നമ്മളിപ്പോ ഇങ്ങനെ കേൾക്കുന്നല്ലേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾ അതെ എന്ത് അതെ. ചെയ്യാ, ഒന്ന് നമ്മൾ നിങ്ങൾ ഓരോരുത്തർ പേഴ്സണൽ ഉള്ളത് നോക്കുമ്പോ നമുക്ക് ഡൗട്ടുകൾ വരും. ഓക്കെ. അപ്പൊ ഞാൻ ഒരു ഓപ്ഷൻ പറഞ്ഞുതരാം. നിങ്ങളെ പേഴ്സണൽ അഡ്രസ് വെച്ചിട്ട്, നിങ്ങളെ പേഴ്സണൽ അഡ്രസ് ഉണ്ടല്ലോ, നിങ്ങളെ പേഴ്സണൽ അഡ്രസ് വെച്ചിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ആ പേഴ്സണൽ അഡ്രസ് നിങ്ങളെ വീടിന്റെ അഡ്രസ് ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുക, ഒരു വെച്ച് ചെയ്ത് നോക്കി, ഒരു പരീക്ഷണാർത്ഥം രസമായിട്ട് ചെയ്ത് നോക്കിച്ചാൽ അത് അപ്രൂവ് ആയിക്കോളണമെന്നൊന്നുമില്ല. പക്ഷെ അപ്രൂവ് ആയാലില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, പഠിക്കാൻ അത് ഉപകരിക്കും. ഉം. അപ്പൊ അതില് എന്ത് ചെയ്താൽ മതി, ഇപ്പൊ നിങ്ങൾ ബിസിനസിന്റെ പേരൊന്നും കൊടുക്കാതെ എന്താ, ഇപ്പൊ ഞാന് ഒരു എക്സാമ്പിൾ കാണാം. ഇപ്പൊ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോ ഓക്കെ, ഇപ്പൊ ഇത് കാണുന്നുണ്ടല്ലോ അല്ലെ. ഉം. ഇപ്പൊ നമ്മള് ഇപ്പൊ ഇവിടെ ബിസിനസിന്റെ ഡീറ്റെയിൽസ് കൊടുത്ത ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, കാറ്റഗറി എന്നുള്ളത് മാറ്റിയിട്ട് ഇവിടെ നമ്മുടെ അപ്പാർട്ട്മെന്റ് എന്നോ, വീടൊക്കെ ആണെങ്കിലേ, ഇപ്പൊ വീടൊക്കെ ആണെങ്കിൽ ഇവിടെ അപ്പാർട്ട്മെന്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. ആ ആ ആ. അപ്പാർട്ട്മെന്റ്, ബിൽഡിങ്, അപ്പാർട്ട്മെന്റ് കോംപ്ലക്സ്, ഈ ഒരു കാറ്റഗറി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞങ്ങള് വീടിന്റെ ഒക്കെ ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ഉം. ഇവിടെ നിങ്ങൾ ഇനിഷ്യൽ കൊടുക്കുക. ഉദാഹരണത്തിന് ബിസിനസ്സിന് ഞാനിവിടെ എന്ത് ചെയ്യേണ്ടത്, ഇതൊന്നും ഇതല്ല കേട്ടോ, എന്താ ഇത് ബിസിനസിന്റെ കൊടുക്കണം എന്നാണ് നിയമം. നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് തിലക്കുന്ന ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഓപ്ഷൻ പറഞ്ഞത്. ഉം. പനങ്ങാമ്പുറത്ത് അപ്പാർട്ട്മെന്റ്, അല്ലെങ്കിൽ ഇവിടെ പനങ്ങാമ്പുറത്ത് ഇതിന്റെ ഇനിഷ്യൽ ആണ്. ഞാൻ ജസ്റ്റ് പനങ്ങാമ്പുറത്ത് നിന്ന് കൊടുത്തു. ഇവിടെ എന്ത് ചെയ്യാണ്, അപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ബിൽഡിംഗ് എന്നുണ്ടാവും, അല്ലെങ്കിൽ അപ്പാർട്ട്മെന്റ് കോംപ്ലക്സ്, റെന്റൽ ഏജൻസി, ഇങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. നമ്മൾ വീടുമായി ബന്ധപ്പെട്ട് കൊടുക്കാൻ പറ്റിയ എന്തെങ്കിലും ഒന്ന് കൊടുക്കുക. അല്ലെങ്കിൽ ഹൗസ് എന്നുള്ള കാറ്റഗറീസ്, ഹൗസ് സിറ്റർ ഏജൻസി, ഹൗസ് ക്ലീനിങ് സർവീസ്, റെന്റൽ സർവീസ്, ഹൗസ് സ്പോട്ടായി, ഹോം സ്റ്റേ അല്ലെങ്കിൽ ഹോം ബിൽഡർ. ഹോം സ്റ്റേ എന്ന് കൊടുക്കാൻ പിന്നെ ആൾക്കാരെ വിളിയോട് വിളിയേക്കാരാം. ഹോം ഡെസ്, ഹോം കെയർ സർവീസ്. ഏറ്റവും നല്ലത് അപ്പാർട്ട്മെന്റോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുക. അപ്പാർട്ട്മെന്റ് ബിൽഡിംഗ് എന്തെങ്കിലും കൊടുത്താൽ മതി. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാ, നമ്മളെ വീട് എന്ത് ചെയ്യാ, വീടിന്റെ കറക്റ്റ് ലൊക്കേഷൻ കൊടുക്കുക. വീടിന്റെ കറക്റ്റ് ലൊക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, സ്ട്രീറ്റ് അഡ്രസ്, ലാൻഡ്മാർക്ക്, എപ്പോ, ഡിസൈഡ്,
HMLP സ്കൂൾ സിറ്റി മലപ്പുറം 676504 സ്റ്റേറ്റ് കേരള. ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു, അപ്പാർട്ട്മെന്റ് എന്നുള്ള കാറ്റഗറിയിൽ എന്റെ വീടിന്റെ ആണ്. അപ്പൊ നിങ്ങൾ ഈ രൂപത്തിൽ നിങ്ങൾ വീടിന്റെ ഒന്ന് ചെയ്ത് നോക്കുക. പ്രൊവൈഡ് ഡെലിവറി ഓഫീസ് വിസിറ്റ് വയനാട് മലപ്പുറം ഡിസ്ട്രിക്ട് ജസ്റ്റ് നമ്മൾ നിയറസ്റ്റ് പ്ലേസ് മാത്രമേ കൊടുത്തുള്ളൂ കേട്ടോ. ഇനി ഇവിടെ 88 99 68 66 27 വെബ്സൈറ്റ് ഓപ്ഷനിലാണ്, കൊടുത്തിട്ടില്ല. വെരിഫിക്കേഷൻ കോഡ് വരെ നോക്കാം, ചിലപ്പോ എന്നാ പേജിലായി. അപ്പൊ ഈ രീതിയിൽ നിങ്ങൾ അപ്പാർട്ട്മെന്റ് അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് നിങ്ങൾ പേഴ്സണൽ ആയിട്ടുള്ള ഒന്ന് വെച്ചാണ് ചെയ്യാം നിർബന്ധമായിട്ടും. രണ്ടാമത് നിങ്ങളെ ബിസിനസിന്റെ ഓൾറെഡി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇമെയിൽ ഐ ഡി എന്ത് ചെയ്യുക, ഓപ്പൺ ചെയ്തിട്ട് നേരത്തെ കാണിച്ച പോലെ ചെക്ക് ചെയ്യുക. അതിൽ ഓരോ കാറ്റഗറീസും സംഭവങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അതിൽ എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടോ, ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കറക്റ്റ് കൊടുക്കുക. മെസ്സേജ് റിപ്ലൈ, അതുപോലെ സർവീസ് അല്ലെങ്കിൽ പ്രൊഡക്റ്റിൽ പോയിട്ട് നിർബന്ധമായിട്ട് നിങ്ങൾ ഓരോ സർവീസ് ഹെഡ്ലൈൻ ആയി കൊടുക്കുക. അതിന്റെ ഡിസ്ക്രിപ്ഷൻ എന്ത് ചെയ്യുക, അഡീഷണൽ ആഡ് ചെയ്ത് കൊടുക്കുക. അതായത് ഇപ്പോൾ ഇവിടെ എഡിറ്റ് സർവീസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ സർവീസസ്, ഇതൊക്കെ ഞാൻ കൊടുത്ത സർവീസ്. അവിടെ ആഡ് മോർ സർവീസിന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സർവീസ് കൊടുക്കുക. അപ്പൊ ഈ ഒരു സർവീസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലൊക്കെ എന്തുണ്ടാവും, അഡീഷണൽ ഡീറ്റെയിൽസ് കൂടെ കൊടുക്കാൻ പറ്റും. ഇതിപ്പോ ഹെഡ്ലൈൻ കൊടുത്തിട്ടുള്ളൂ, അത് അപ്ഡേറ്റ് ചെയ്യാനുള്ള കേട്ടോ. നമ്മൾ സർവീസ് ഓരോ ഹെഡ്ലൈന് കൊടുക്കുക. ആ ഹെഡ്ലൈനിന്റെ ഉള്ളിൽ എന്ത് ചെയ്യുക, ഇപ്പൊ സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാൻ പറ്റും. ഈ ഡിസ്ക്രിപ്ഷനിൽ മാക്സിമം കീവേഡ് ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മുടെ ലൊക്കേഷൻ ഏരിയ ബേസ് ചെയ്ത് സെർച്ച് ചെയ്യുന്ന രീതിയിൽ കീവേഡ് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. 300 ക്യാരക്ടറിൽ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. അപ്പൊ ഓരോ സർവീസും അതിന്റെ ഡിസ്ക്രിപ്ഷനും എന്ത് ചെയ്യുക, ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുക. ഓക്കെ, അതുപോലെ പ്രൊഡക്റ്റ് ആണെങ്കിലും ഇത്രയും കാര്യങ്ങൾ കറക്റ്റ് ചെയ്യുക. ഇതൊക്കെ കറക്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എപ്പം നിങ്ങൾക്ക് വാട്സപ്പിൽ ചോദിച്ചാൽ മതി. ഞാൻ ഫ്രീ ആവുന്ന സമയത്ത് റിപ്ലൈ കാര്യങ്ങൾ തരും. ഓക്കെ അല്ലേ? ഹലോ ഹലോ ഓക്കെ ഓക്കെ, എന്നാ വെക്കട്ടെ, ഓഫ് ആട്ടെ. ഓക്കെ എന്നാല്. അപ്പൊ ഏകദേശം 8:30 ആയില്ലേ? അപ്പൊ ഓക്കെ എന്നാല്. അപ്പൊ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വിവരം പറയാം. ശരി, ഓക്കെ, ഗുഡ് ബൈ. ഓക്കെ, താങ്ക് യു. വെൽക്കം.